എന്തെല്ലാം ഉണ്ട്? ഞാൻ വീട്ടില് ഇവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു ഇന്ന്. അപ്പൊ ഒരു ലൈവ്, ഞാൻ ലൈവ് പോയില്ല, അപ്പൊ ലൈവ് ഒരെണ്ണം പോകാന്ന് വിചാരിച്ചു, അങ്ങനെ കയറിയതാ. നീ എവിടാ? അടിപൊളി അടിപൊളി. ഞാൻ വീട്ടിലല്ലേ, പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ അളിയന് ലൈവ് ഉണ്ട്. അപ്പൊ പിന്നെ ഒന്ന് കയറി നോക്കാന്ന് വിചാരിച്ചു. കൊച്ചിയിലാ? അതാ ഇവിടെയാണോ? ട്രിവാൻഡ്രത്ത്. ട്രിവാൻഡ്രത്ത് തന്നെ. ക്ഷീണം മാറി വരുന്നേ ഉള്ളൂ. കേട്ടില്ല? ക്ഷീണം മാറി വരുന്നേ ഉള്ളൂ. അടിച്ചു പൊളിച്ച് തിമിർത്ത് പരിപാടി പരിപാടി അടിപൊളിയായിരുന്നു. നമ്മുടെ ആ പാർട്ടി അടിപൊളിയായിരുന്നു, കിണ്ണലായിരുന്നു, പൊളി വൈബായിരുന്നു. നമുക്ക് ഭയങ്കര രസമായിരുന്നു. എല്ലാരും കൂടെ അടിച്ചു പൊളിച്ച്. എല്ലാരും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫണ്ണായിരുന്നു. എല്ലാരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അതെ, എല്ലാരും കൂടെ ഇനി ആൾക്കാരെ വരണ്ടായിരുന്നു. എന്നാലും നമുക്കൊരു വരാത്തവർക്ക് നഷ്ടമാണ് സത്യം പറഞ്ഞു. സായിനെയൊക്കെ ആക്ച്വലി സായിനെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. സായിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മള് പൊളിച്ച് വാരിയേനെ. അടിച്ച് പൊളിച്ച് നമുക്ക് ഇത്രയോടെ അർജുൻ, സായി, ഗബ്രിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിക്കായിരുന്നു. അതെ അതെ അതെ. അർജുൻ വരാന്ന് പറ, ലാസ്റ്റ് മിനിറ്റ് അവന്റെ ഷൂട്ട് വന്നാ, അതിന്റെ പേരില്ല. അതല്ലെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നാണ്. അതെ, അർജുന്റെ കാര്യം. അപ്പൊ അവൻ കൊച്ചിയിലുണ്ട് ഇപ്പോ. എനിക്കെന്നാ ഒരു സ്റ്റാർ സിംഗറിന്റെ ഷൂട്ടിലാണെന്ന് തോന്നുന്നു. സ്റ്റാർ സിംഗറിൽ ഗസ്റ്റ് ആയിട്ട് എന്തോ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ 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 അതെ. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെന്തോ, മറ്റേ അവനും ശ്രീതു, ജിൻഡോ ബ്രോയും ജാസ്മിനും പിന്നെ വേറെ. ആണോ? നാളെ എനിക്കൊന്ന് മറ്റന്നാൾ 2 ദിവസം കഴിഞ്ഞാൽ ഒരു ദുബായിക്ക് പോവല്ലേ? ആണോ? അതെനിക്കറിയാം. ദുബായ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പിൽ ഇങ്ങനെ കണ്ടിരുന്നു. നീ പോകുന്നില്ലേ? ഫുട്ബോൾ ഞാൻ വേറെ ഷോ ആയിട്ട് വേണം അളിയാ. അപ്പൊ അവിടെ സെയിം ഡേറ്റിലാണ് 29th. പിന്നെ എന്തായാലും ഇന്റർവ്യൂ നീ ഇന്റർവ്യൂ ഇപ്പൊ കൊടുക്കാറില്ലേ? സിബിൻ ഇപ്പൊ ഇന്റർവ്യൂ എന്താ കൊടുക്കാറില്ലേ? എന്റെ ഇന്റർവ്യൂ തട്ടി മലയാളികൾക്ക് നടക്കാൻ വയ്യാന്നൊരു കംപ്ലൈന്റ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്റർവ്യൂ കൊടുക്കാറില്ല ഗൈസ്. ഷോ ബിഗ് ബോസ് കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് പതുക്കെ ഒതുങ്ങിക്കൂടാം, വേറെ അടുത്ത പരിപാടി പിടിക്കാം. അതാണ്. സുഖമായിട്ടിരിക്കുന്നു. ഞാൻ അന്ന് നമ്മളെല്ലാരും ലാസ്റ്റ് കണ്ടത് തന്നെ, പിന്നെ കണ്ടില്ല. ആണല്ലേ? ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം ചോദിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ ചോദിക്കുന്നത്, അളിയന് ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തില്ലല്ലോ. വൈ, വാട്ട് ഹാപ്പൻസ്? ഞാൻ പറയണ്ടേ, ഞാൻ കൊച്ചിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കാറ് സീനാണ് മെയിൻ ആയിട്ട്. ഓക്കെ 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 ഓക്കെ. അത് കേട്ടിട്ട് ഞാൻ ചുമ്മാ ഇന്റർവ്യൂന്റെ രീതിയിൽ കൊടുത്താൽ മതി എന്നുള്ള ഉദ്ദേശത്തിലാണ്. നമ്മൾ ഒന്നര ഇന്റർവ്യൂ കൊടുത്താൽ മതി. പറഞ്ഞ കഥ തന്നെ എല്ലാടെങ്കിലും പോയിട്ട് പറയാൻ കാണുന്ന ആൾക്കാർക്കും ബോറടിക്കും, നമുക്കും ബോറടിക്കും. അപ്പൊ നൈസായിട്ട് വലിയ കൊടുക്കാം വിചാരിച്ചിട്ടാണ്. വാമത്ത് പോണതിന് മുന്നേ ഒന്നും കൊടുത്താൽ നല്ലതായിരിക്കും. എന്നിട്ട് വീട്ടിലെ സെറ്റപ്പ് ആണ് ബാക്കില്. ഇതിന്റെ വീഡിയോ, അതായത് ആക്ടിവിറ്റി കണ്ടോ? ഇതിന്റെ ഞാൻ നമ്മുടെ സിജോ ടോക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന സെറ്റപ്പാ. അടിപൊളി അടിപൊളി. ഓക്കെ ഓക്കെ ഓക്കെ. ശരിയാണല്ലോ, മികച്ച യൂട്യൂബർ ആണ്. വൻ സെറ്റപ്പ്. ഇവിടെ നമ്മൾ ഇവിടെ നിന്നല്ല പണിയെടുത്തോണ്ടിരുന്നത്, ആ സെയിം സ്ഥലമായത്. അടിപൊളി അടിപൊളി. ഓക്കെ. ഞാൻ ഇവിടെ നിന്ന് തന്നെ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് വന്നിട്ട് ഞാൻ നമ്മൾ വ്ലോഗ് ചെയ്തു, പക്ഷെ അല്ലാണ്ട് നമ്മുടെ ടോക്ക് പരിപാടിയൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കണ്ടു ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ, നമ്മുടെ ഇവന്റിന്റെ ഒരു വ്ലോഗ് അളിയും ചെയ്തിട്ടിരിക്കുന്ന ഞാൻ കണ്ടു. അത് പുള്ളി ഞാൻ കണ്ടു. വർക്കല പരിപാടി അടിപൊളി. എന്തായാലും പൊളിക്ക് മച്ചാ. കൊച്ചി വെച്ച് പറഞ്ഞോ. മറ്റേ ഫുട്ടേജ് നമ്മൾ കയാക്കിംഗ് ഫുട്ടേജ് കിട്ടിയില്ല. എടുപ്പിച്ചുതരാം. ഞാൻ എല്ലാ ഫുട്ടേജ് അളിയന് ഞാൻ ഡ്രൈവിലാക്കിയിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ. പൊളിക്കളിയാ, കണ്ടിന്യൂ. പൊളിക്കലേ. ഞാൻ സത്യം പറയാളെ, ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ ഞാനും ഒരു ലൈവ് വരണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാൻ ഇറക്കി ഉറങ്ങിപ്പോയി. ഇനി നാളെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട്, കാരണം നമ്മൾ അനക്കം ഉണ്ടെന്ന് എല്ലാവരും അറിയിക്കണമല്ലോ. ഇനി അടുത്ത എല്ലാരും കാണുന്നവർക്ക് വേണ്ടി പറയാം, അടുത്ത ഞങ്ങളുടെ പൊളി എന്ന് പറയുന്നത് സിജോയുടെ കല്യാണമാണ്. എല്ലാവരും അത് പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ അളിയാ. ടേക്ക് കെയർ മച്ചാ. ടേക്ക് കെയർ. ബൈ ബൈ ബൈ. എടാ ഇതെങ്ങനെ ബാക്ക് എവിടാ? ഞാൻ വീട്ടില്. സൗണ്ട് ഇല്ലടാ. അച്ഛോ, എന്നാ പറ്റി? നമ്മുടെ വർക്കലയിലൊന്ന് വന്നു പോയതാ ഞാന്. എനിക്ക് ഓർമ്മയുണ്ട്. സൗണ്ട് ഇല്ല, ഒന്നുമില്ല. ഞാൻ എങ്ങനെ ഇനി ടാങ്കിന് കരിയർ മുന്നോട്ട് കൊണ്ടുപോകും? ഇത്രയും നന്നായിട്ട് പാട്ട് പാടുന്ന എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ അതൊന്നും പറയരുത്. എടാ, ബിഗ് ബോസ് ഞാൻ പാട്ട് പാടിയിട്ട് ആൾക്കാർ എന്റെ ഫാൻസാണ്. ആ പാട്ട് അവിടെ ഇരിക്കട്ടെ. അഖിൽ ഇവിടെ ഉണ്ട്. അഖിൽ എന്റെ റീൽ എഡിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്.
ഹലോ. ഹായ്. കാണാൻ പറ്റിയില്ല, പെട്ടെന്ന് പോയി. ഞാൻ കണ്ടിരുന്നു. ഞാൻ എല്ലാരെങ്കിലും വന്ന് യാത്രയൊക്കെ പറഞ്ഞു. അവന് ഓർമ്മയില്ല, അവന് ഓർമ്മയില്ല വന്നതൊന്നും. കുഴപ്പമില്ല. അത് സീനില്ല. എവിടെയാണ് എന്റെ പരിപാടി? വീട്ടിലാ. വീട്ടിൽ ഞാൻ ഇതുവരെ വന്നിട്ട് ലൈവ് ഒന്നും പോയിട്ടില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ലൈവ് കാട്ടുതീ ഫാൻസിന് ആദ്യമായിട്ട് മീറ്റ് ചെയ്യാണ് സംസാരിക്കാൻ. എനിക്ക് സിജോനെ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ ഹൗസിനകത്ത് സിജോനെ കാണാൻ ആഗ്രഹിച്ച ഒരാള് ഞാനായിരുന്നു. കാരണം നല്ല ഗെയിമർ ആയിരുന്നു. പക്ഷെ നമുക്ക് കാണാൻ പറ്റിയില്ല. ഞാനും ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം കാട്ടുതീ വന്നപ്പോ അത് മൊത്തം കാട്ടുതീയായി. നടുവിഷനും പോയി, കാട്ടുതീയും വന്ന് ഒന്നും പറയാൻ ഓർമ്മിക്കല്ലേ പൊന്നെ. ആകെ പോയി. അത് ആരൊക്കെ അർജുൻ ആടിയൻ അവനവിടെ ഷൂട്ടിലാണെന്ന് തോന്നുന്നു. അർജുൻ അവിടെ ഇപ്പൊ സിബിൻ പറഞ്ഞു മറ്റേ സ്റ്റാർ സിംഗറിന്റെ ഷൂട്ടിലാണെന്ന് പറഞ്ഞവര്. നാളെ അബിക്കും ജിൻഡോ ചേട്ടനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവര് ദുബായിലും പോവാന്ന് ഇപ്പൊ ഞാൻ നേരത്തെ തന്നെ കേട്ടിരുന്നു ദുബായിൽ പോകുന്ന കാര്യം. അപ്പൊ അവരിപ്പോ സിബിൻ പറഞ്ഞു അവര് പോവാന്നുള്ള കാര്യമൊക്കെ. അവർക്ക് ഷോക്ക് ഉണ്ടടാ, അവര് ദുബായിക്കൊക്കെ പോകണ്ടടാ. നമുക്കൊരു ഫ്ലൈറ്റ് എടുത്ത് നമുക്കും പോകാൻ പുറകെ വിളിക്കാത്ത കല്യാണത്തിന് ചെന്ന് ഫുഡ് അടിക്കുന്ന പോലെ നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലാം. നീ ജസ്റ്റ് മിസ്, നീ ടോപ്പ് 5 ജസ്റ്റ് മിസ്. നിനക്ക് വിഷമല്ലേ? എന്ത് വിഷമിച്ചിട്ട് ഞാനിത് അവിടുന്ന് എവിക്റ്റ് ആയി. വലിയ കാര്യത്തിൽ ബർത്ത്ഡേ ദിവസം വെള്ളക്കടന്ന് ജിബ്ബയൊക്കെ ഇട്ട് ഞാനേട്ടാ എന്നെ ഇപ്പൊ ഇന്ന് പെൻഡിങ് വെച്ചോ, നാളെ സേവ് ആയിക്കോളാം എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് അതിലേക്ക് ഒരു വിഷമമൊന്നുമില്ലല്ലോ ദുബായി പോകാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ. അത് സത്യ. മറ്റേ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സ്ട്രെച്ചർ എവിക്ഷനും ഒരു ബർത്ത്ഡേ എവിക്ഷനും. ഇതൊരു വല്ലാത്ത മാറ്റിപ്പിടുത്തായി. പറയണ്ട. എന്തായാലും പിന്നെ നമ്മൾ പിന്നെ പുറത്തു വന്നിട്ട് പിന്നെ എന്ത് പറയാനാ, പിന്നെ അതങ്ങനെ ആ വൈബിലങ്ങ് പോട്ടെ. അങ്ങനെ പോട്ടെ. ഓക്കെ, അപ്പം ഞാൻ പോവാണ് ഗൈസ്. സംസാരിച്ച് സൗണ്ടില്ല. അപ്പൊ അടിച്ചു പൊളിക്ക്. സിജോ ഫാൻസ് എല്ലാവർക്കും വലിയൊരു ഹൈ. ബൈ. പൂജ ഫാൻസിന് ഹായ്. ഓക്കെ ബൈ. നിന്നെ കെട്ടിയവനെ ചവിട്ടുന്നതാണോ നാട്ടുകാരെ കണ്ടിരിക്കുന്നത്? എനിക്കൊന്നും പറയാൻ പറ്റില്ല, ഞാനൊന്നും ചെയ്യാനും പറ്റില്ല. ഞാൻ എടുത്തപ്പോ ഞാൻ വിചാരിച്ചില്ല അത് ബാക്ക് ക്യാമറ ആയിരിക്കും. ആ ലൈവിൽ ആദ്യം ബാക്ക് ക്യാമറ വരുള്ളൂ, പിന്നെ അതെല്ലാം ഫ്രണ്ട് ക്യാമറ. എനിക്കറിയോ അത്. നന്നായി. സാരമില്ല. ഒരു വീഡിയോ ചെയ്യാന്ന് എന്നെ പോയില് കൂട്ടിയാ മതി, അത് നമ്മള് ചെയ്യാം. അല്ല നീ എന്താ ഇപ്പൊ നിന്റെ ചവിട്ട് മിക്കവാറും വൈറലാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ, നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ കറക്റ്റ് ചവിട്ടിക്കാകനെ ചവിട്ടിയിരിക്കുന്ന സീനല്ലേ? ഒരു കയ്യബദ്ധം നാട്ടിക്കരുന്നൊക്കെ പറഞ്ഞ കമന്റ് ഒക്കെ വരുന്നിട്ടുണ്ട്. എനിക്കറിഞ്ഞു. എടാ എന്റെ കാല് ഞാൻ പറഞ്ഞ ഇടിച്ചിട്ട് മുറിവായിട്ട് നീല നിറയിരിക്കുക. ഇഷാനെ കെട്ടിയവനെ ചവിട്ടുന്നു. അതെ, അത് ഞാനിങ്ങനെ കാല് ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വേദന എടുത്തിട്ട് ചതഞ്ഞ്. ഹായ്. എന്തായാലും കൊള്ളാം, കോമഡി ആയിട്ടുണ്ട്. വേറെ ആരെങ്കിലും വിളിച്ചായിരുന്നോ ലൈവില്? പൂജയും വന്നിട്ട് കുറച്ചു നേരത്തെ പൂജ വന്നിട്ട് പോയി. ഞാൻ കുറെ പേർക്ക് ഇൻവിറ്റേഷൻ കൊടുത്തു, പക്ഷെ എല്ലാരും തിരക്കല്ലേ. അപ്പം എന്നെ പോലെ ഇൻസ്റ്റയില് കുത്തിയിരിക്കുന്ന ഞാൻ മാത്രമായിരിക്കും. നീ പിന്നെ ഫുൾ ടൈം ഉണ്ടല്ലോ. നീ നിന്റെ ഇൻവിറ്റേഷൻ വന്നത് ഞാൻ ക്ലിക്ക് ചെയ്ത് കണ്ടാ. നന്നായി. അത് ഹായ് സിജോ, ഹായ് നിഷ. ഹായ് നിഷ. നിഷയുടെ ഫ്രണ്ടാണ്. എന്റെ ഇവിടെ വീട്ടിനടുത്തുള്ള എന്റെ ജിമ്മേറ്റാ. അനുശ്രീ എപ്പോ ഇതൊക്കെ മുന്നു പോയത്. ഇനിയിപ്പോ സെറ്റ് ആക്കണം, വർക്കൗട്ട് ചെയ്യണം, എന്നിട്ട് നല്ല മെലിഞ്ഞ് ലുക്കത്തി ആയിട്ടൊക്കെ വരണം. ഋഷി ആഡ് ചെയ്യും. ഞാൻ എടാ അങ്ങനെ ചുമ്മാ ഇപ്പൊ കണ്ടില്ലേ, അത് തന്നെയായിരുന്നു പരിപാടി. കുറച്ച് റീൽസ് ഒക്കെ എഡിറ്റ് ചെയ്യണ പരിപാടിയായിരുന്നു. ഹായ് ശരി കുമാർ. കമന്റ് വായിക്കാം. ഞാൻ നോക്കട്ടെ, ഇൻവിറ്റേഷൻ കൊടുത്ത് നോക്കട്ടെ. അപ്സര ആർമിയിലേക്കാണ് ഇൻവിറ്റേഷൻ പോകുന്നത്. അപ്സരയുടെ ആർമി ഒഫീഷ്യൽ ഫാൻ പേജ് അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ടാവുന്നുണ്ട്. ആണോ?
നമുക്ക് ട്രിപ്പ് കൊണ്ടേടാ. പുള്ളിക്കാരി ആഡ് ചെയ്യാം. ആരോ പുള്ളിക്കാരി ആഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരി ആരാ? പുള്ളിക്കാരി ആടാക്കി. വർക്കല ടൂർ എങ്ങനെ? വർക്കല ടൂർ സൂപ്പർ ആയിരുന്നു. വർക്കല നല്ല അടിപൊളിയായിരുന്നു. സൂപ്പർ ആയിരുന്നു. വർക്കലയുടെ ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. കിട്ടുക്കാച്ചിയായിരുന്നു ട്രിപ്പ്. ഉഷാറായിരുന്നു. നീ പറ വർക്കലയെ പറ്റി. നീ പറ. കയാക്കിങ്ങിന് പോയി. നല്ല രസമായിരുന്നു. പിന്നെ അതേപോലെ വേറെ എന്തൊക്കെയൊക്കെ കഴിച്ച് കുത്തിമറിഞ്ഞ് നല്ല സൂപ്പറായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അല്ലേ? പൊളി വൈബായിരുന്നു. രണ്ടുപേരും ഹായ് തരുമോന്ന്? ഹായ് 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 ഹായ്. ഞാൻ കമന്റ് ഇടക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കുവായിരുന്നു. നമ്മുടെ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത്. എല്ലാവർക്കും ഒരു ജസ്റ്റ് അടിച്ചിട്ട് കൊടുത്ത് കേച്ചപ്പോ വരും. ലിനു നമുക്ക് ആഡ് ചെയ്യാം. ലിനു ഉറപ്പായിട്ടും. ഞാൻ ലിനുവായിട്ട് ലൈവ് വരാം. ഇവരാരെയും വേണ്ട നമുക്ക്. ഇപ്പൊ BB ടീമിന്റെ ലൈവാണ്. ഈ കൂട്ടത്തിൽ നമുക്ക് ഇവരോട് നിൽക്കട്ടെ. ഞാൻ ലിനു കൂടെ സെപ്പറേറ്റ് വേറെ ആണോ പുള്ളിക്കാരിന്ന്? എന്റെ പേര് പറയാമോ? നിഷാന ചേച്ചി, ഞാൻ ചോദിച്ചേട്ടാ. ഹായ് പറയോ? ഏജന്റ് എവിടെ? എന്നെ പറ്റി സിജോയോടൊന്ന് പറഞ്ഞേക്കണ നിഷാന. സെറിൻ സെറിൻ അടിപൊളിയാണ്. സെറിൻ സൂപ്പറാണ്. സെറിൻ ആരാന്ന് എനിക്കറിയില്ല. ജസ്നയാണോ പറഞ്ഞല്ലേ? അല്ലല്ല, സെറിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ചേട്ടായൻ ചേച്ചി. ഹായ് ഹായ് ആണ്. ലിനു ഈസ് ഓൺ വീഡിയോ കോൾ. ലിനു കേറി പോകുന്നല്ലോടാ. പണിഷർ നമ്മുടെ മിഞ്ചുവിന്റെ ഹസ്ബൻഡാണ് പണിഷർ. പണിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലിനുവിന്റെ ഫ്രണ്ട് ഇല്ലേ മിഞ്ചു. മിഞ്ചുവിന്റെ ഹസ്ബൻഡാണ് സ്റ്റീവിന്റെ അക്കൗണ്ടാണ്. അപ്പൊ വീഡിയോ കോളിലാണ്. അവര് വേറെ വീഡിയോ കോളിലാണെന്നാ പറഞ്ഞത്. അങ്ങനെ മഴയുണ്ടോ? മഴയുണ്ട്. മഴയുണ്ട്, എല്ലായിടത്തും ഉണ്ട്. സായിനെ ആഡ് ചെയ്തോ നീ? അവനില്ല. അവന് അമ്പി. ഹായ് അമ്പി. സായി എനിക്ക് തോന്നുന്നു വീഡിയോ ഷൂട്ടിലായിരിക്കും. ഞാൻ അവന് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ വന്നിട്ടില്ല. നിലവിൽ വന്നിട്ടില്ല. അർജുൻ ലൈവ് ആക്കുമോ? അർജുൻ ഷൂട്ടിലാന്ന് തോന്നുന്നു. മറ്റേ സ്റ്റാർ ഗബ്രിക്ക് ഞാൻ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഗബ്രീനെയും കിട്ടിയിട്ടില്ല. അപ്സര കൊടുത്തിട്ടുണ്ട്. ഞാൻ പരിപാടിക്ക് പോയിട്ടുണ്ടോ? ജിൻഡപ്പനും അർജുനും. ഞാൻ വീഡിയോ കണ്ടിരുന്നു. ഇപ്പൊ മറ്റേ സിബിന പറഞ്ഞ അവര് മറ്റേ സ്റ്റാർ സിംഗറിന്റെ പ്രോഗ്രാമിനാണ് പോയെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ്. സ്റ്റാർ സിംഗറിന്റെ ഗസ്റ്റ് ആയിട്ടാ? ഗസ്റ്റ് ആയിട്ട്. പിന്നെ അല്ലാണ്ട് ഞാൻ കണ്ടായിരുന്നു. ശ്രീധുവിനെ ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു. അപ്പൊ പറഞ്ഞു ചേച്ചി ഇന്ന് വരും, രാവിലെ എത്തും, എന്നിട്ട് നാളെ രാവിലെ റിട്ടേൺ പോകുന്നു പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു നോക്കട്ടെ, പറ്റും നാളെ എയർപോർട്ടിലേക്ക് വരാൻ പറ്റുവാണെങ്കിൽ വരാം. എനിക്ക് ഇവിടെ നടത്താണല്ലോ. ഒന്ന് പോയി നോക്കട്ടെ. പറ്റിയ നാളെ. ഈ കാലുവേദന കണ്ടാണ് പുറത്തിറങ്ങാൻ പറ്റാത്തല്ലേ. ഇല്ലട മോനെ, അത് ആകെ ഒരു നീല കളറായിട്ട് ഇങ്ങനെ കല്ലച്ചിരിക്കുവാന്നേ. ഭയങ്കര വേദനയാ. കമ്പ്യൂട്ടറിന് ആഡ് ചെയ്തായിരുന്നോ? ഒരു ഇന്റർവ്യൂവിനാണ്. മറ്റേ സംഭവം നേരത്തെ പറഞ്ഞ ഏതൊരു പുള്ളിക്കാരൻ്റെ മറ്റേ ഇന്റർവ്യൂവിനിടയിൽ ഫോൺ പോയെന്നൊക്കെ പറഞ്ഞു. എല്ലാരും ബിസിയാണ്. ഇവിടെ ചെറിയ കുത്തി ഇരിക്കുന്നത് ഞാൻ മാത്രമാ. ഹെൽത്ത് എങ്ങനെയുണ്ട്? ഹെൽത്ത് കുഴപ്പമില്ല. എന്റെ എല്ലാവരുടെയും ഹെൽത്ത് കുഴപ്പമില്ല. ഹെൽത്ത് ഓക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഹെൽത്ത് ഇപ്പൊ വലിയ സീനില്ല. എന്താ തിരിച്ചു കാണിക്കണേ? നിന്റെ പല്ലിന്റെ നന്ദനയാണ്. ആരെ നന്ദന? ആക്ച്വലി ഇതിൽ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു നമ്മുടെ കൂടെ ആരെങ്കിലും വന്നവരെ മാത്രമേ അടക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ അടക്കാൻ പറ്റുന്നുള്ള കേസൊന്നും എനിക്കറിയില്ല കേട്ടോ. പറയോ രണ്ടാളും. ഞാൻ ആലപ്പി പൂന്തോപ്പാണോ? ഒരു ഹായ് പറയോ? ജിൻസി. ഹായ് പൂന്തോപ്പ്. ഷംന പറയുന്നു എന്റെ നെയിം പറയൂ. ഒരുപാട് ഇഷ്ടമാണ് സിജോ ചേട്ടനെ, അർജുനെയും ശ്രീധുനെയും. ചേട്ടൻ പോയപ്പോൾ ഒരുപാട് സങ്കടമായി. പിന്നെ വീട്ടിലുള്ളവർക്കും ലിനി ചേച്ചിക്ക് സുഖമല്ലേന്ന്. ഞാനിപ്പോ വായിക്കാതിരിക്കുന്ന പോലെ. ഒന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവുമ്പോ എന്നെയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണ്ടേ? അറ്റ്ലീസ്റ്റ് സൈഡിലെങ്കിലും എന്റെ ഒരു പേര് കൊടുക്കുക.
ഒരു കാര്യമുണ്ട്. നമ്മുടെ നിഷാനെ പറ്റി ഒന്ന് കമന്റ് ചെയ്യണേ. നിഷാന്റെ കാര്യം ഒന്ന് കമന്റ് ചെയ്യൂ. എന്നെ പറ്റിട്ട് ഞാൻ പറഞ്ഞിരുന്ന പോലെ കമന്റ് ചെയ്താൽ മതി. കമന്റ് ചെയ്തേ. ഞാൻ നമ്മുടെ നോറ മീറ്റപ്പ് ഐ ആം ക്യൂട്ടി. നമ്മള് എല്ലാരും കൂടി ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഏകദേശം എല്ലാവരുമായിട്ട് മീറ്റപ്പ് നമ്മൾ കഴിഞ്ഞു. മാക്സിമം ആൾക്കാർ നമ്മള് ഇന്ന് പ്രോഗ്രാം ഉണ്ടപ്പോഴത്തേക്കും അതിന്റെ ബേസിലാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരിക. നിഷാന സൂപ്പർ, നിഷാന ചേച്ചി പൊളിയാ, എന്താ ചേച്ചി സൂപ്പറാണ്. എന്റെ പൊന്ന വയ്യ. ആളൊന്നിക്ക് 100 രൂപ, ആളൊന്നിക്ക് 100 രൂപ നീ കൂട്ടി കൊടുക്കണേ. ഓരോരുത്തർ നിനക്ക് ഇപ്പൊ അവര് നിന്റെ നിഷാന ചേച്ചി പൊളി വൈബ്. കാരണം എന്ത് മാത്രം നിഷാന്ത് ലൈവ് വ്യൂ. ഇനിയിപ്പോ എന്നെ മറന്ന ആൾക്കാർ കണ്ടോ, പെട്ടെന്ന് നിന്നിലേക്ക് വന്നു എല്ലാരും കൂടെ, എന്നെ മറന്നുപോയി. നിഷാന പൊളിയാണ്. ഈ കമന്റ് ചെയ്യുന്ന ഓരോ ആൾക്കാർക്കും 100 രൂപ കൊടുക്കണം കേട്ടോ. അവരിപ്പോ ചോദിക്കുന്നുണ്ട് അടുത്ത്, അവർ നിന്റെ ഇൻബോക്സ് മെസ്സേജ് അയക്കുന്നുണ്ട്, DM ഉണ്ട്. ഗൂഗിൾ പേ എല്ലാവർക്കും ഓരോ രൂപ. പിന്നെ ഓരോ രൂപ ആണെങ്കിൽ അവർ നിന്റെ കമന്റ് മാറ്റും മക്കളെ. എല്ലാവരും കമന്റ് മാറ്റി അവളെ പറ്റി തിരിച്ചു വിളിക്കും. ഞാൻ എല്ലാവർക്കും തിരിച്ച് അതേപോലെ കൊടുക്കും. ബിസ്മി നിഷാൻ ചേച്ചി വേറെ ലെവലാണ്. ബിസ്മി യു വേറെ ലെവലാണ്. ചക്ക നിഷാന ചേച്ചി പൊളി. ഇത് കണ്ടത് എത്ര ആൾക്കാരാ. ജാസ്മിൻ ഷൂട്ടാണ്, ജാസ്മിൻ അവിടെ ഷൂട്ടിലാണ്. നന്ദന അപ്സരനെ നീ ആഡാക്കി നോക്കിയല്ലേ. ഗൂഗിൾ പേ കണ്ടല്ലേ. ആൻബി ജിപേ അയക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നീ ജിപേ അയച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ അക്കൗണ്ട് ബാലൻസ് അയച്ചുതരും. മറ്റേ സിനിമയില് പറഞ്ഞ പോലെ രാജമർദ്ദനയും പട്ടി പഴിപ്പിച്ച കാശ് എന്നുള്ള അവസ്ഥയിലാണ്. ഇനി ആൾക്കാരെ നമ്മളിങ്ങനെ അവരുണ്ട്, അവള് വീട്ടിലുണ്ട്. അവള് ഇപ്പോ നേരത്തെ അവള് ലൈവ് കണ്ടിരുന്നു തോന്നുന്നു. പിന്നെ ഞങ്ങളിപ്പോ ഒരു ദിവസം അവളായിട്ട് ലൈവ് വരാം. അനിൽക്കുട്ടൻ അവന്റെ കൂട്ടുകാരാണ്. അവന് കൊടുക്കില്ല. അവൻ ഉറപ്പായിട്ടും DM ചെയ്യും. അവൻ ഉറപ്പായിട്ടും മെസ്സേജ് അയക്കും. 100 രൂപ മെസ്സേജ് അയക്കും. ഉണ്ടോ ശ്രീജ? ഹായ് ശ്രീജ. നിഷാനത്തെ സൂപ്പറല്ലേ, പ്രത്യേകം പറയാനുണ്ട്. ഞാൻ ആക്ച്വലി ഇതൊന്നും ആരോടും പറയണ്ടെന്ന് പറഞ്ഞാണ്. പിന്നെ സിജ പറഞ്ഞത് കൊണ്ട് എനിക്കിങ്ങനെ പൊക്കി പറയണമെന്നുള്ളത്. ഇതൊന്നും ആരോടും പറയരുത് കേട്ടോ, എന്നെ കണ്ടുവയ്ക്കും ആൾക്കാർ. സിജോ ഹായ് പറ പ്ലീസ്, റിക്വസ്റ്റ് ചെയ്യുന്നു. ഹായ് സൽമ. ഹായ്. ഹലോ അപർണ. ഹായ്. എല്ലാവർക്കും നിഷാന സുഖമാണെന്ന് ചോദിക്കുന്നു. എനിക്ക് ഭയങ്കര സുഖാ. ഇച്ചിരി കൂടിപ്പോയതിന്റെ പ്രശ്നം. നിഷാന ആൻഡ് സിജോ പ്യൂർ സോൾ. നിന്നെ പ്യൂർ സോൾ എന്ന് വിളിച്ചു, എന്നെ പിന്നെ സുഖമായിട്ട് വിളിക്കും. അത് പ്യൂർ സോൾ. ബോയ് ബിജു. ഹായ് ബിജു ബ്രോ. ഹായ്. പേര് പറയാൻ പറഞ്ഞിരുന്നു. ചേച്ചി നെക്സ്റ്റ് ട്രിപ്പ് എങ്ങോട്ടാണെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞങ്ങളൊക്കെ കൂടെ ഒരു പ്ലാൻ ഉണ്ട്, അടുത്ത് തന്നെ ഉണ്ടാവും. ഒരു മഹാരാഷ്ട്ര എന്നൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹാരാഷ്ട്ര എന്നൊക്കെ. മഹാരാഷ്ട്ര ഒന്നില്ലല്ലോ, അത് സോളോ അടിക്കാനുള്ള പരിപാടിയാണ്. ഹരിഹർ ഫോർട്ട് ട്രക്കിങ്. അല്ലെങ്കിൽ നമ്മുടെ നന്ദു വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നന്ദു വരികയാണെങ്കിൽ നന്ദുവിനെയും വിളിക്കും. പിന്നെ അപ്പു നമ്മുടെ അടുത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ മിക്കവാറും അപ്പുവിനെ വിളിച്ച് നമുക്കൊരു ട്രിപ്പ് പോവാം. ട്രിപ്പിന്റെ ആളൊക്കെ ഇതാണ് നിഷാനയാണ്. കാരണം നിഷാന ഇന്ത്യ ഒട്ടാകെ എത്ര സ്റ്റേറ്റ് സഞ്ചരിച്ചു? 24, 25 എത്ര സ്റ്റേറ്റിൽ പോയി? 24 24 സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച ആളാണ് നിഷാന. അപ്പം ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ ഏറ്റവും പിടിക്കും. ഹായ് അറിയോ? ഷിജോ ചേട്ടായി കളിയറ. അങ്കിളെന്നൊക്കെ വിളിപ്പിക്കാൻ ഭാഗ്യരക്ഷപ്പെട്ടു. സാധാരണ എല്ലാം അങ്കിളെന്നൊക്കെ വിളിപ്പിക്കണം. അവന് അങ്ങനെ ഒന്നുമില്ല. അവനിവിടെ അവന്റെ ദീദിമാരനെയൊക്കെ അവൻ പേരെന്നെ വിളിക്കുള്ളൂ. ഇവന്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. മെന്നെയാണ് ബർത്ത്ഡേ ആണല്ലേ? ഹായ്. ഇപ്പൊ ഹായ് ചോദിച്ച ആൾക്കാർക്ക് ഹായ്. ഞാൻ റെനീമിനൊരു ഹായ് പറ സിജോ, കൊറേ നേരമായി ചോദിക്കുന്നു. റീനു അല്ലേ? റീനു അല്ലേ? ഇത് എന്റെ പ്രൊഡക്റ്റ് നമ്പർ 2 ഇതായിരിക്കും. ഹായ്. എല്ലാരും അല്ലേ? പ്രൊഡക്റ്റ് നമ്പർ 1 അവിടെ ഇരിക്കുന്നുണ്ട്. ഇന്ന് എന്തോ പ്രൊജക്ട് വർക്കൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഇരിക്കുക.
ബർത്ത്ഡേ ബർത്ത്ഡേ വല്ലേ പോയി അന്ന് ഞാൻ വിഷ് ചെയ്തിരുന്നു. അപ്പൊ ഒരിക്കൽ കൂടെ ചേട്ടന്റെ വക വിഷ് ഹൈ. എഴുതി ഒരു ഹായ്. സൂര്യ ഹായ്. ഹായ് തരൂ. ഹായ് അഞ്ജു ഹായ്. കൊറേ നേരം ലൈവിൽ വന്നിരിക്കുന്നുണ്ട്. ഞാൻ പോവാ. ഞാനിപ്പോ കഴിഞ്ഞ ആൾക്കാർക്ക് ബോറടിക്കും. ഇപ്പൊ ആൾക്കാർ കണ്ട് നമ്മൾ വെറുപ്പിക്കലാണെന്ന് വിചാരിക്കും. അടുത്ത ലൈവ് പ്ലാൻ ചെയ്തിട്ട് വരാം. ഒരു ലൈവ് വരുമ്പോഴത്തേക്കും മൊത്തം ഇത് നോക്കിയ തുണികൾ കണക്കായിട്ടിരിക്കുക മൊത്തം. എന്റെ ഡ്രസ്സൊക്കെ അയച്ചു തന്നു. ഞാൻ ഡ്രസ്സ് മൊത്തം ഞാൻ ഇനി എല്ലാം ഓക്കെ ആക്കി സെറ്റ് ആക്കണം. ഇവിടെ ഒരു വഴിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തോണ്ടേ ഇരിക്കില്ല, ഇങ്ങനെ ചീഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ലാസ്റ്റ് അലക്കിയതൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടേക്കുക. അയ്യോ ഹായ്. അപ്പം ഒരു കാര്യം ചെയ്യാം. നമ്മുടെ കമന്റ്സിൽ കുറെ ആൾക്കാർ നിന്റെ അടുത്തും ചോദിക്കുന്നുണ്ട്, എന്റെ അടുത്തും ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ നിഷാദെ ഹായ് നവ്യ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ലൈവ് പ്ലാന്റ് ലൈവ് ഒന്നും ആയിരുന്നില്ല. പെട്ടെന്ന് ഞാൻ ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് ലൈവിൽ വന്നതാണ്. ഇത് നമുക്ക് മാക്സിമം നമ്മുടെ കൂടുതലുള്ള ആൾക്കാരൊക്കെ ആഡ് ചെയ്തിട്ട് വളരെ ഫണ്ണായിട്ടുള്ള ഒരു ലൈവ് നമ്മൾ സെറ്റാക്കി എടുക്കാം. നെക്സ്റ്റ് ടൈം ആകുമ്പോൾ നമുക്ക് അങ്ങനെ പൊളിക്കാം. എനിക്ക് പിന്നെ കാരണവർ തന്ന കോലം ഇതൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് പിന്നെ മേക്കപ്പ് ഒന്നും ചെയ്യാണ്ട് പെട്ടെന്ന് ലൈവിലേക്ക് വരാൻ പറ്റും. ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ പാവങ്ങൾക്ക് അത് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് തമ്മിൽ അതെ ഹായ്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് ഞാനും പോട്ടെ. നബിൻ ഹായ്. അഭിഷേകിനെ കുറിച്ച് അഭിഷേകിനെ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു. ഞാൻ നിഷാനൊക്കെ വർക്കലേ പോകുന്ന സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ ഒരു നമ്മുടെ പറഞ്ഞ ശരിയല്ല, ഒരു ഹോസ്പിറ്റലിൽ കേസുമായിട്ട് ബന്ധപ്പെട്ട് അവൻ കുറച്ച് ബിസി ആയിരുന്നു. നീ എപ്പോഴാ നീ കൊച്ചിയിലൊക്കെ വരുന്നേ? ഞാൻ അടുത്ത വ്യാഴാഴ്ച വെള്ളിയാഴ്ച ആയിട്ടൊക്കെ വരും. എന്റെ കാറ് ശരിയാവും. കാർ കിട്ടിയില്ലേ? ഇപ്പൊ ഇന്നലെ എടുക്കാൻ പോകുന്നുണ്ട്. അമ്മരിപ്പോ അങ്ങനെ ഡിലേ ഇതുവരെ ശരിയാക്കിയിട്ടില്ല. അപ്പൊ വരുമ്പോ ഒന്നുകൂടെ നമുക്ക് പറ്റിയോണ്ട് പ്ലാൻ ചെയ്തിട്ട് അബീനെയും അർജുനെയും അവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, ഋഷീനെയും ഒക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് കാണാം. എല്ലാവർക്കും ബൈ. എന്നെ പൊക്കി പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു. പോണു ടാറ്റ. ഹെൽത്ത് എങ്ങനെയുണ്ട് ബ്രോ? ഹെൽത്ത് കുഴപ്പമില്ല. എന്റെ സ്റ്റിച്ചിട്ട ഭാഗത്തൊരു ചെറിയൊരു പെയിൻ വന്നിട്ടുണ്ട് ഇന്ന് തൊട്ട്. ഹായ് സിജോ, വി ആർ ഫ്രം ആലപ്പി. ഹായ് മഞ്ജുഷ ഹായ്. ഞാൻ ആലപ്പിയാണ്, ഞാൻ വീട്ടിലാണിപ്പോ. ഹായ് അഞ്ജു ഹായ്. എങ്ങനെയുണ്ട് ഇപ്പോ? ഇനി ഓപ്പറേഷൻ എപ്പോഴാണ്? ഇനി ഓപ്പറേഷൻ ഞാൻ അനുഗ്രഹം പെടാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വരുന്നത്. ഞാൻ ബിബിന്ന് ഇറങ്ങിയിട്ടും അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ഇതുവരെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഒന്നും പോയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ലൈവ് വരുന്നത്. അൻവിത ഹായ്. അൻവിത ശിവ ഹായ്. ഹായ് ശിവ. ഹായ് 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 ഹായ്. മാരേജ് എന്നാണ് ബ്രോ. നമ്മുടെ ആദർശ് മാരേജിന്റെ ഡേറ്റ് ഒന്നും ആക്ച്വലി എടുത്തിട്ടില്ല. നേരത്തെ ചോദിച്ച എന്റെ ഓപ്പറേഷന്റെ ഡേറ്റ് ഇനിയിപ്പോ ഓഗസ്റ്റ് 5-ാം തീയതിയാണ്. റസാന ഞാൻ പറയാം, ബിഗ് ബോസിന്റെ ഇപ്പൊ പറയാം. ഓഗസ്റ്റ് 5-ാം തീയതിയാണ് എന്റെ പ്ലേറ്റ് റിമൂവ് ചെയ്യേണ്ടത്. എന്റെ ഓപ്പറേഷന്റെ ഡേറ്റ് അന്നാണ്. ഞാൻ 4-ാം തീയതി പോവും. 5-ാം തീയതി ആയിരിക്കും. ഹായ് റസാന ഹായ്. 5-ാം തീയതി എനിക്ക് പ്ലേറ്റ് റിമൂവ് ചെയ്യണം. അനീറ്റടി കുച്ചളി. അനീറ്റ ഹായ്. വീട്ടിലെല്ലാവരും ചേട്ടന്റെ താങ്ക് യു ചേച്ചി. ഹായ് അലോന ഹായ്. അപ്പൊ നമ്മള് പറഞ്ഞിട്ടുന്ന കാര്യം ഞാൻ കണ്ടിന്യൂ ചെയ്യാവേ. ചായ ഒക്കെ കുടിച്ചു. ജാസ്മിൻ, അർജുൻ, ശ്രീധു, ജിൻഡ ചേട്ടൻ എല്ലാരും കൂടി ഇവിടെ ഒരുമിച്ച് കണ്ടല്ലോ. ബ്രോ പോയില്ലേ? ഇല്ല ബ്രോ ഇല്ല, ഞാൻ പോയില്ല. അർജുനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ കൊച്ചിയിലുണ്ട്. അപ്പം ഹായ് ജിസ്ന ഹായ്. അപ്പോ കൊച്ചിയിലുണ്ടാവും പറഞ്ഞ അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല. ഹായ് റോമൻസ് ഹായ് 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 ഹായ്. അഞ്ജു ഹായ്. റെന്ന ഹായ്. എല്ലാവർക്കും ഹായ് കേട്ടോ. ഞാൻ ആരുടെയും ഇങ്ങനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ സംസാരിക്കുന്നതിനിടെ വിട്ടുപോകുന്നതായിരിക്കും. ചേട്ടാ ഒരു ചേട്ടന്റെ വലിയ ഫാനാ. ഹായ് തരുമോ പ്ലീസ്? അനീറ്റ നിനക്ക് ഹായ് വേണമല്ലോ? തരാം. നിനക്ക് കുറച്ച് കൂടുതൽ ഹായ് തരാം. ഷൈനു പൊന്നു താങ്ക് യു ഷൈനു. സുഖമാണോടാ? സുഖമാണ്. ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.
അപ്പോ ഓഗസ്റ്റ് 5-ാം തീയതിയാണ് അപ്പൊ എന്റെ ഇനിയിപ്പോ ഒരു ചെറിയ ഓപ്പറേഷൻ കൂടെ ഉള്ളത്. അപ്പൊ അതിന്റെ സംഭവം കൂടെ ഉള്ളൂ. ഇനി അതുകൊണ്ട് എല്ലാം തീരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇപ്പൊ സ്റ്റിച്ചിട്ട ഭാഗത്തൊക്കെ ഒരു ചെറിയൊരു പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നാളെ ഒന്ന് അതിന് ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം. ഒരു ക്ലിനിക്കിൽ ഞാൻ ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് പോയിട്ട് അതിന്റെ കാര്യങ്ങളൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ഹലോ തൃഷ, ഹലോ ചേട്ടാ, നെയിം ഫ്രണ്ടിന്റെ പേര്. അപ്പൊ ഞാൻ അത് ഓക്കെ. ഹലോ ഹായ് ദ്രോ ചേട്ടാ, എന്റെ നെയിം തൃഷ, ഫ്രണ്ടിന്റെ പേര് ആനന്ദാര. ഹായ് ഹായ് തൃഷ, ഹായ് ആനന്ദാര. കൊച്ചി എന്താ പരിപാടി? കൊച്ചിയിൽ ബ്രോ ഞാനിപ്പോ വീട്ടിലാണ്. ഞാൻ കൊച്ചിയിലല്ല, ഞാനിപ്പോ വീട്ടിലാണ്. ആടാ കുഴപ്പമില്ല. മാധവ് ഓക്കെയാണ് ബ്രോ, കുഴപ്പമൊന്നുമില്ല. ഹായ് അർജുൻ, ഹായ് ചേട്ടാ നെയിം പറഞ്ഞു. ഹായ് തരാവോ? എക്സ് ജുൻ, അർജുനാണോ? ഹായ് 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 ബ്രോ. ഇപ്പോ ഞാനിപ്പോ വീട്ടിലാ ബ്രോ. ഞാനിപ്പോ എന്റെ വീട്ടിലുണ്ട്. ഇത് ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലം പണ്ട് സിജോ ടോക്സ് എന്ന് പറഞ്ഞിട്ട്, പണ്ടല്ലട്ടാ ഇനിയും ചെയ്യും. നമി എഡിറ്റ്സ്. ഹായ് നമി. നമിക്ക് ഭയങ്കര ഒരു ഹായ് ഉണ്ട്. കാരണം നമി എന്റെ ഒരുപാട് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. ഇപ്പൊ ഹായ് നമി. അമ്മയെ തിരക്കിയെന്ന് പറയണം. നീരജ് ഞാൻ അമ്മയെ പ്രത്യേകം ഞാൻ അന്വേഷിച്ചതായിട്ട് പറയാട്ടോ. അൾട്ടിമേറ്റ് അതൊന്നും എനിക്കറിയില്ല. അൾട്ടിമേറ്റിന്റെ കാര്യങ്ങളൊന്നും എനിക്കത് അറിയില്ല. ഞാനതൊന്നും നമ്മളിപ്പോ ബിഗ് ബോസിന് ഇറങ്ങിയല്ലേ ഉള്ളൂ. അപ്പൊ നമ്മളെ അതിന്റെ ഇതിൽ നിൽക്കുവാണ്. ബാക്കിയൊന്നും എനിക്കറിയില്ല. വിനീത്, ഇരുന്ന് വാങ്ങിയ ഇടിയാണ്. നമ്മള് ഇടിയൊന്നും ഇരക്കാറില്ല. നമ്മള് അങ്ങനെ ഇരുന്ന് വാങ്ങിയായിട്ട് വിനീതിന് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ കുറ്റമല്ല. ചേട്ടാ വീട്ടിൽ എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. റിയ, ഹായ് ഹായ് റിയ. റിയ എന്നല്ല, ഹായ് റിയ. ഹെൽത്ത് ഓക്കെ അല്ലേ? ജിമ്മിന് എന്റെ ഹെൽത്ത് കുഴപ്പമില്ല. ഞാൻ ഇന്നത്തോട് ഞാൻ വർക്കൗട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി ഞാൻ ജിമ്മിൽ പോയി. എന്റെ വർക്കൗട്ട് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഇന്നലേക്കായിട്ട് ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നും ഇല്ല. ഞാൻ വെയിറ്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും വലിയ പ്രോബ്ലം ഒന്നും ഇല്ലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ ആണെന്ന് തോന്നുന്നു. ഹലോ ബ്രോ, എവിടെയാണ്? ഞാൻ വീട്ടിലാണ് ബ്രോ. ഞാനിപ്പോ എന്റെ വീട്ടിലാണ്. മേലെ തൂങ്ങി പിടിച്ചു. നോറ ഞാനായിട്ട് നല്ല കമ്പനിയാണ്. ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോറായിട്ടൊക്കെ കട്ട കമ്പനിയാണ്. ആക്ച്വലി കോഴിക്കോട് പോകുമ്പോൾ അവളെ കാണണം. ഗെയിം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങൾ എല്ലാവരും നല്ല വൈബിലാണ് മുന്നോട്ട് പോകുന്നത്. നജിയ ഹായ് ഹായ്. ആഫിൻ ഹായ് ഹലോ ഹലോ. അത് എന്നെ മീറ്റ് ചെയ്തോ? എനിക്ക് വിജയൻ ചോദിച്ചെനിക്ക് മനസ്സിലായില്ല. ഫ്യൂച്ചർ പ്ലാൻസ്, കരിയർ പ്ലാൻസ് പറയാവോ? ഫ്യൂച്ചർ പ്ലാൻസ് ലൈക്ക് ഞാൻ എന്റെ വ്ളോഗ്സ് എല്ലാം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ലിനുവായിട്ട് വ്ളോഗ് ഉറപ്പായിട്ടും വ്ളോഗ് ചെയ്യും. നമ്മളത് ഉറപ്പായിട്ടും ചെയ്യും. 100% അത് ചെയ്യും. ഫ്യൂച്ചർ പ്ലാൻസ് ലൈക്ക് ഞാൻ ബിബി എന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ കുറെ പുതിയ ആഗ്രഹങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മോൻസി അമ്മയ്ക്ക് സുഖമാണ്. മോൻസി അമ്മ അപ്പുറത്തുണ്ട്. ഞാൻ അമ്മയുടെ അടുത്ത് പ്രത്യേക അന്വേഷണം പറയാം. ഏഞ്ചൽ ജോസഫിന്റെ അന്വേഷണം ഞാൻ പ്രത്യേകിച്ച് അമ്മയുടെ അടുത്ത് പറയാം. ഹായ് ഹായ്. ഇഷ ഹായ്. ഇഷ ഹായ് ഹായ്. ഇഷയുടെ പേര് വിളിച്ചിട്ടുണ്ട്. ഹായ്. കാട്ടുതീ കത്തിക്കുമോ ചേട്ടാ? പിന്നെ കത്തിക്കാം. നമ്മളിപ്പോ വീടിനകത്തല്ലേ. ഇപ്പൊ കത്തിച്ച എന്റെ വീട് കത്തിപ്പോണേ. ഇപ്പൊ കത്തുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും ഇനി കത്താം. സായി ചേട്ടനെ കാണാറുണ്ട്. ഞാൻ സായിനെ കണ്ടിട്ട് കുറച്ച് ദിവസം ആവും. മലപ്പുറത്ത് ഞാൻ ഇവിടെയല്ലേ. അപ്പോ ഞങ്ങൾ വിളിക്കാറുണ്ട്. അവൻ കുറച്ച് നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഐ മീൻ ഉച്ചക്കും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും കോൺടാക്ട് ചെയ്യാറുണ്ട്. സായിയൊക്കെ എല്ലാ ദിവസവും. സായി, അർജുൻ, നിഷാനെ കുറച്ച് നേരം വിളിച്ചു. നന്ദൂടൻ കുറച്ച് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും കോൺടാക്ട് ചെയ്യാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞങ്ങൾ എല്ലാവരും ശരണ്യക്ക് ഇന്നലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അപ്സരനുണ്ട്, സിബിനെയും പൂജനെയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു. ഞങ്ങൾ പൂജ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും. ഇപ്പൊ ജാനു ഇന്ന് വിളിച്ചു. ഇന്ന് വിളിച്ചു വെച്ച് കുറച്ച് നേരം സംസാരിച്ചു. ഞങ്ങള് ചേട്ടനെ വീട്ടിൽ കയറാമല്ലോ. ഉറപ്പായിട്ടും പൂങ്കാവ് വരുമ്പോഴത്തേക്കും, പൂങ്കാവാണ് എന്റെ സ്ഥലം. പൂങ്കാവ് ഉറപ്പായിട്ടും വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം. ഷുവറായിട്ടും കാണാം. കുറെ ഓക്കെ. അർജുന്റെ ഹെൽത്ത് ഓക്കെ ആണോ ചേട്ടാ? അവൻ കുഴപ്പമില്ല. അവൻ ആക്ച്വലി അവനൊരു ക്ലിനിക്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി പോകുന്ന എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ അണ്ടർ വെയിറ്റ് ആയിട്ടുണ്ട് കുറച്ച്. അതാണ് അവന്റെ എല്ലാവർക്കും വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. എന്റെ 13 kg കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സിബിനെ കണ്ടു. ഞങ്ങൾ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആം സിജോ എന്ന് പറയുന്ന ചാനലിനകത്ത് ഉണ്ട്. അപ്പോ ലൈക്ക് എല്ലാവരുടെയും ബോഡി വെയിറ്റ് ഒക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു 13 kg പോയി. അവന്റെ ഓൾമോസ്റ്റ് ഒരു 8 കിലോ എന്തോ അർജുന്റെയും പോയെന്ന് തോന്നുന്നു. ലൈക്ക് അങ്ങനെ കുറെ പേർക്ക് ഉണ്ട്.
സർജറി ഇല്ല, സർജറി വീണ്ടും ചെയ്തിട്ടില്ല മോനെ. എടാ സർജറി ഇനി എനിക്ക് ഓഗസ്റ്റ് 5-നാണ് ഇപ്പൊ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായാലാണ് നമുക്ക് നേരത്തെ ചെയ്യേണ്ടി വരും. ഇപ്പൊ നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 5-ആണ്. ശ്രീധുവിനെ കാണാൻ ചെന്നൈ പോകുന്നുണ്ട്. ഉറപ്പാണ് ശ്രീധുവിനെ എല്ലാവരും കാണും. നമ്മൾ മാക്സിമം എല്ലാവരും ഓരോരോ തിരക്കിലാണ്. അപ്പം ആ തിരക്കുള്ളതുകൊണ്ടാണ് നമുക്ക് എല്ലാവരും ഇപ്പൊ കാണാൻ വേണ്ടി പറ്റാത്തത്. കഴിയുന്ന ഞങ്ങൾ മാക്സിമം ആൾക്കാരെയൊക്കെ അപ്സരയുടെ പരിപാടിക്ക് പോയപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ഞങ്ങൾ അപ്സരയുടെ പരിപാടിക്ക് പോയപ്പോൾ കുറെ ആൾക്കാർ ഗബ്രി, ജാസ്മിൻ, റസ്മിൻ അവരെയൊക്കെ കണ്ടു. ജാനു എല്ലാവരെയും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ സിബിന്റെ പരിപാടിക്ക് പോയപ്പോഴത്തേക്കും അവിടെയും നമ്മുടെ സിബിൻ, പൂജ, ജിൻഡോ ബ്രോ, രതീഷ് ഏട്ടൻ അവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാംസ് വരുമ്പോൾ അല്ലെങ്കിൽ തന്നെ നമ്മളൊക്കെ പ്ലാൻ ചെയ്ത് മാക്സിമം അവരെയൊക്കെ കാണാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ചേട്ടനെ 20 എനിക്ക് തോന്നിക്കോ എന്നെയാണോ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് കുറെ കുട്ടികൾ ഫ്രണ്ട്സ് ആയിട്ടുണ്ടോ? കുറെ കുട്ടികൾ എനിക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ടോന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വിനോ ഹായ്, ബിഗ് ഫാൻ, താങ്ക് യു ബ്രോ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് ഫ്രണ്ട്സ് ആണ്. ഞാൻ എപ്പോഴും ഫ്രണ്ട്സ് ആയിട്ട് പുറത്ത് പോകുന്ന പരിപാടീസൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് എനിക്കുണ്ട്. ഞാനിപ്പോൾ എന്റെ വീഡിയോസ് ഒക്കെ ഞാൻ വ്ളോഗൊക്കെ ചെയ്യുമ്പോഴും ഫ്രണ്ട്സ് ആയിട്ട് പുറത്തു പോകും. ഇപ്പൊ ഇന്ന് ഇട്ടൊരു വീഡിയോ എന്റെ ഫ്രണ്ട്സ് ആയിട്ട്, എന്റെ നാട്ടിലുള്ള ഫ്രണ്ട്സ് ആയിട്ട് പുറത്തു പോകുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. സംതിങ് സേ അബൌട്ട് അർജുനെ പറ്റി എന്താ പറയണ്ടേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ബിബി ഇറങ്ങിയിട്ട് ആക്ച്വലി ഞാൻ അവനെ കണ്ടില്ല. ഞങ്ങൾ വിളിക്കും, ഒട്ടുമിക്ക ദിവസം ഞാൻ അർജുനെ വിളിക്കാറുണ്ട്. ലൈക്ക് അർജുൻ എനിക്ക് അവിടെ, ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അർജുൻ എനിക്ക് അവിടെ ഒരു ബ്രദറാണ്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. ഇപ്പം അവിടുന്ന് നമ്മൾ ബിഗ് ബോസിൽ ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നല്ല ഫ്രണ്ട്സിനെ കിട്ടി. അല്ലെങ്കിൽ കുറെ നമുക്കൊരു ഫാമിലി പോലെ നമുക്ക് കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരെ കിട്ടിയെന്നുള്ളതാണ്. ഇപ്പൊ അർജുനാണെങ്കിലും ശരി, സായി, നന്ദൂട്ടൻ, നിഷാന, ശരണ്യ, ഇവരെല്ലാവരും ഇപ്പം കുറച്ച് ആൾക്കാരുടെ പേര് മാത്രം ഞാൻ പറയുന്നതല്ല, എല്ലാവരും തന്നെ ഭയങ്കരമായിട്ട് നമ്മുടെ കൂടെ എല്ലാത്തിനും കട്ടക്ക് നിൽക്കുന്ന, നമ്മുടെ ഫാമിലിയെ പോലെ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ അർജുന്റെ കാര്യം ഇപ്പൊ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഇപ്പൊ അർജുനെ പറ്റി പറയുന്ന പറഞ്ഞപ്പോ എനിക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ യൂട്യൂബിലും സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലും ഉൾപ്പെടെ ഹായ് നിവേദ് ഹായ്. അപ്പോൾ ഞങ്ങൾ കുറെ ഫൂട്ടേജ് ഒക്കെ ഞാനോട് തപ്പിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു ഇപ്പം എന്താ പറയണ്ടേ, ഞാനും അർജുൻ ഒരുമിച്ചുള്ള ഒരുപാട് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ കാണുന്നില്ല, സോഷ്യൽ മീഡിയയിൽ തപ്പിയിട്ടും കണ്ടില്ല. എനിക്കിപ്പോ ലൈവ് നമുക്ക് ഇനി കാണാൻ പറ്റില്ലല്ലോ, അത് കഴിഞ്ഞു പോയി. നമ്മുടെ എപ്പിസോഡ്സിനകത്താണെങ്കിലും നോക്കിയിട്ട് ഞാൻ നോക്കിയില്ല. പക്ഷെ ഞാൻ ചോദിച്ചപ്പോ അതൊന്നും വന്നിട്ടില്ല. കുറെ സംഭവം ഞങ്ങൾ കുറെ ഈ അറസി പപ്പടം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അർജുനും കൂടെ സാധനമൊക്കെ തുടക്ക സമയത്തല്ല, ഫസ്റ്റ് വീക്കിൽ തന്നെ, സെക്കൻഡ് വീക്കിൽ ഞങ്ങളൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അർജുനൊക്കെ സെക്കൻഡ് വീക്കിലാണ് കൂടുതൽ കണക്ട് ആയത് അർജുനൊക്കെ ആയിട്ട്. അപ്പൊ നല്ല കമ്പനിയാണ്. അവൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവനെ കാണും, നാളെ മറ്റന്നുള്ള അർജുന ഉറപ്പായിട്ട് ഞാൻ കാണും. ജാസ്മിനെ പറ്റി ജാസ്മിൻ രണ്ടുതരം സംസാരങ്ങളില്ല. ജാസ്മിൻ എനിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും ഇല്ലാത്തൊരു നല്ലൊരാളാണ് ജാസ്മിൻ. നമുക്ക് എല്ലാത്തിനും അവള് ഗെയിമായിട്ട് എടുക്കും. ജാസ്മിൻ അങ്ങനെയാണ്. നമുക്കിപ്പം ഞാനും ജാസ്മിനായിട്ടൊക്കെ തന്നെ എന്തെങ്കിലും വഴക്കിട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ പോയി കൈയടിച്ച് കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ജാസ്മിൻ അങ്ങനെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെക്കുന്ന ആളൊന്നല്ല. അവളുടെ ഭയങ്കര വലിയൊരു ക്വാളിറ്റിയാണ് അങ്ങനെ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വെക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളത്. ഹായ് ചൈത്ര, ഹായ് അഞ്ചു, സുഖമാണ്, നന്നായിട്ടിരിക്കുന്നു. അൽസ ഹായ് അൽസ. സിജോടെ നാമി, എന്റെ ഇന്റർവ്യൂസ് ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പം അവര് എല്ലാം പോയാണ്. ന്യൂ ബ്ലോഗ്സ്, താങ്ക് യു ബ്രോ. നമ്മുടെ അൻസിഫാണ് അതിന് തമ്പനിയിലൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇന്റർവ്യൂ എനിക്ക് ഇന്ന് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്റെ കാർ ഷോറൂമിലാണ്, കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അതിന്റെ കാർ ഞാൻ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു കുഞ്ഞ് ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ കാറ് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ചയാവും. അത് കഴിഞ്ഞ് എനിക്ക് കൊച്ചിയിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്റർവ്യൂസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കൊച്ചി പോകുന്ന കാര്യമാണ് ബ്രോ, ജിതിൻ ബ്രോ. ഞാൻ കൊച്ചിയിലോട്ട് പോകാനായിട്ട് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ കൊച്ചിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ഇന്റർവ്യൂ അങ്ങനെയൊന്നും അല്ല. ഇന്റർവ്യൂല് നമ്മളിപ്പോ പറഞ്ഞ കഥ തന്നെ എല്ലായിടയ്ക്കും പോയി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ആൾക്കാർക്ക് ഒരു മുഷിപ്പിലുണ്ടാവും. അപ്പോൾ 1-2 ഇന്റർവ്യൂസ് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനപ്പുറത്തേക്ക് പിന്നെ ഒരുപാട് ഇന്റർവ്യൂ കൊടുത്ത് ആൾക്കാരെ വെറുപ്പിക്കരുതല്ലോ. അതുകൊണ്ട് നമ്മൾ ചെയ്യും, ഉറപ്പായിട്ടും ഞാൻ ചെയ്യും. അവരെവിടെ പോയി എനിക്ക് അറിയില്ല ബ്രോ. എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നു. എനിക്കിങ്ങനെ ആരും അയച്ചു തന്നു. അർജുനും ജാസ്മിനും നമ്മുടെ ജിൻഡോ ബ്രോയും ശ്രീതു ആയിട്ട് ഒരു വീഡിയോ ഇങ്ങനെ അയച്ചു തന്നു. എനിക്കിത് അറിയില്ല, എന്റെ സംഭവം എന്താണെന്ന് ഞാൻ ചോദിച്ചില്ല. അത് എനിക്ക് അതിനെപ്പറ്റി വലിയ പിടുത്തമില്ല. ട്രിവാൻഡ്രം വരുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വർക്കല വന്നിട്ടുണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്. ബിനു, ഞാൻ ഇനി വരും. ഞാനൊരു നെക്സ്റ്റ് വീക്കിൽ വരും. ശ്രീധുവിനെ പറ്റി ശ്രീധു നമ്മുടെ വലിയൊരു ഭയങ്കര നമ്മുടെ കട്ട ചങ്കാണ്. ഹായ് അനീഷേട്ടൻ, ഹായ്
നമ്മുടെ കട്ട ചങ്കാണ് ശ്രീതു. ലൈക്ക് ശ്രീതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ കമ്പനി ഉണ്ടായിരുന്ന ആൾക്കാരാണ് ശ്രീതു. ലാസ്റ്റ് സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനും ശ്രീതു ഒക്കെ ആയിട്ട് ഒരുപാട് ഒരുമിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഞങ്ങൾ ഭയങ്കര വൈബായിരുന്നു. ഇപ്പൊ ശ്രീതു ഒക്കെ ആയിട്ടാണെങ്കിലും ശരി, ഫസ്റ്റ് ഞങ്ങൾ നെക്സ്റ്റ് റൂമിലുണ്ടായിരുന്ന സമയത്ത് രാത്രിയൊക്കെ കുറെ താമസിച്ചൊക്കെയാണ് ഞങ്ങള് ഹായ് ബിജി പേര് പറയാൻ പറഞ്ഞു, ബിജി ഹായ്. അപ്പോ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ഫൺ മൊമെന്റ്സ് ഒക്കെ നെക്സ്റ്റ് റൂമിൽ വെച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് രണ്ടാമത് ഞാൻ വന്നു. അപ്പൊ ശ്രീധുനെ കാലൻ കിടക്ക് തമാശയൊക്കെ വിളിക്കുമായിരുന്നു. ശ്രീധുൻ അതെനിക്ക് പുറത്ത് ആ ഫുട്ടേജ് പുറത്ത് വന്നതൊന്നും എനിക്കറിയില്ല. ഞാൻ ഇടയ്ക്ക് ശ്രീധുനിക്ക് പോയിട്ട് തമാശക്കല്ല, ഒരു ഗെയിമിന്റെ ഇതിൽ ശ്രീജു എവിക്റ്റ് ആവും, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ചുമ്പോന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോ ശ്രീധു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തമാശ തിരിച്ചൊക്കെ പറയും. അപ്പൊ അങ്ങനെ രസമായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങള് കിച്ചടി നിൽക്കുന്ന ഒരുപാട് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനും ശ്രീധുവിന്റെയും അർജുനൊക്കെ ആയിട്ട് ഞങ്ങൾ ലാസ്റ്റ് ടൈമിൽ ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴത്തേക്കും അച്ചൂസ് മീനു സുഖമാണ്. അപ്പോ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു ശ്രീധുവായിട്ട് ഞങ്ങൾ നല്ല രസമായിരുന്നു. ആ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന മൊമെന്റ്സ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. താങ്ക് യു സിജോ അർജുൻ കോംബോ ഇഷ്ടമാണ്. താങ്ക് യു കാറ്റ് എന്നാണ് ഇതില്. ഞാൻ അർജുനും ശ്രീധുവൊക്കെ ആയിട്ട് കാണണം. ഞങ്ങൾ അവരും തിരക്കല്ലേ, പിന്നെ അവർക്കും ഗെയിം മാറ്റിയിരുന്നു. സിജോ ഹോസ്പിറ്റലിൽ പോയി വന്ന ശേഷം ഗെയിം മാറ്റിയിരുന്നു. ലിനുവിന്റെ ലവ് സ്റ്റോറി അത് ഞാൻ പറയാം. ലിനുവിന്റെ ലവ് സ്റ്റോറി ഇപ്പൊ ലൈവിലല്ല, ഞാൻ പിന്നീട് ദിവസം ഉറപ്പായിട്ടും അതിന്റെ കാര്യങ്ങൾ പറയാം. ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഗെയിം മാറിയിട്ടൊന്നുമില്ല. ഞാൻ തിരിച്ചു വന്ന സമയത്ത് നമ്മൾ ഈ കാട്ടുതീന്നൊക്കെ ഞാൻ അവിടെ വെച്ച് സംസാരിച്ചത്, എനിക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് മനസ്സിലായ ഒരു കാര്യം ഉണ്ടായിരുന്നു. എല്ലാവരും നമ്മുടെ അടുത്ത് ഒരു സഹതാപമൊക്കെ കാണിക്കും. ഞാൻ 10-20 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ ഞാൻ എവിടെയാണെന്നൊന്നും ആർക്കും അറിയില്ല. അപ്പൊ ചില ആൾക്കാർ ജെനുവിനായിട്ട് നിൽക്കും. എല്ലാവരും ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ വെട്ടി തുറന്നു പറയുന്ന ആളാണ്. ഐ മീൻ എനിക്ക് ആരെ ഹേർട്ട് ചെയ്യാൻ പാടില്ലെന്നുണ്ട്, പക്ഷെ ഹേർട്ട് ചെയ്യാൻ പാടില്ലെങ്കിൽ തന്നെ ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ എപ്പോഴും ഞാൻ പറയാറുണ്ട്. അപ്പോ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് കുറെ ആൾക്കാര് ഒരു എന്താ പറയണ്ടേ, ഈ ഇല്ലാത്ത ഈ സ്നേഹവും അല്ലെങ്കിൽ കരുണയും മറ്റേ ഈ എന്താ പറയണ്ട അങ്ങനെയൊക്കെ കാണിക്കുന്നതായിട്ട് എനിക്കറിയാം. മുതല കണ്ണീരൊക്കെ ഒഴുകുന്നതായിട്ട് എനിക്ക് കൃത്യമായിട്ട് എനിക്കറിയാം. അപ്പൊ ആ സമയത്ത് അവരെനിക്കെതിരെ വരൂല്ല. അവരിങ്ങനെ അവിടെ ഹോൾഡ് ചെയ്ത് ചില ആൾക്കാർ സ്വിച്ച് ഓഫ് ആക്കി വെക്കും. ഞാൻ അതിനെപ്പറ്റി ഈ ഹൗസിൽ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ മനഃപൂർവ്വം അതിന്റെ അടുത്ത് വരാത്താണെന്ന് എനിക്ക് അറിയാം എന്നുള്ള രീതിയിൽ. അപ്പൊ എന്റെ ഗെയിം ഞാൻ മാറ്റിയിട്ടൊന്നുണ്ടായിരുന്നില്ല. അവരെനിക്കെതിരെ ഗെയിം കളിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിർഭാഗ്യവശാൽ ഞാൻ സംസാരിച്ച ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ ലൈവിൽ പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എപ്പിസോഡിൽ വന്നിട്ടില്ല. അതിന്റെ അൺലക്കായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ ലക്കി അല്ലാന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം ആ കാര്യത്തിനകത്ത്. ഞാൻ അതിനെപ്പറ്റി വേറെന്ത് പറയാനാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ലൈവിലും വന്നില്ല. ഞാൻ ഒരുപാട് ഫുട്ടേജ് ഞാൻ വന്ന് തപ്പിയിട്ട് കണ്ടില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. എന്റെ ഗെയിം ഒന്നും ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വന്ന സമയത്ത് പിന്നെ എന്റെ ഹെൽത്ത് കണ്ടീഷൻ ഭയങ്കര മോശമായിരുന്നു. ഇപ്പൊ ഹോട്ടൽ ടാസ്കിനിടയിൽ എന്നെ ഡോക്ടർ വിളിപ്പിച്ചിട്ട് ആ വീക്കില് സിജോക്ക് ഈ ഹൗസിൽ നിന്ന് പോകേണ്ടി വരും എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈ നക്ഷത്ര. അപ്പോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും എന്റെ ഫിസിക്കൽ കണ്ടീഷൻ എനിക്ക് ആ സമയത്ത് ഞാൻ പുറത്തു പോയ 16-ാം ദിവസം കഴിഞ്ഞ് എന്റെ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് എന്റെ 1-2 ഫോട്ടോസ് അവിടുത്തെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുടെ മൊബൈൽ ഫോണിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴെങ്കിലും അത് ഞാൻ കാണിച്ചു തരാം, ആ ഫോട്ടോസ് കാണിച്ചു തരാം. അപ്പൊ അതായത് എന്റെ ഹെൽത്ത് കണ്ടീഷൻ എനിക്ക് തന്നെ അറിയില്ല എത്രത്തോളം മോശമായിരുന്നു എന്നുള്ളത്. എനിക്ക് പിമ്പിൾസ് ബോഡിയിൽ മൊത്തം, ഫേസിൽ പിമ്പിൾസ് വന്നു, ശരീരത്തൊക്കെ ഒരുപാട് പിമ്പിൾസ് ഒക്കെ വന്നു, റെഡ് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ നീറൂസിന്റെ പേര് പറയാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഞാൻ തിരിച്ച് ലാലേട്ടന്റെ എപ്പിസോഡിൽ വന്ന സമയത്ത് വീക്കെൻഡിൽ വന്നപ്പോൾ എനിക്ക് ഇവിടെ കുറെ റെഡ് മാർക്ക് ഉണ്ടായിരുന്നു. ആ റെഡ് മാർക്ക് എനിക്ക് പിന്നീട് നെറ്റിയിൽ വന്നു, എന്റെ ബോഡിയിലൊക്കെ വന്നു, അങ്ങനെ വന്നു. പിന്നെ എനിക്ക് മസിൽ ലോസ് ഉണ്ടായി. ഞാൻ പെട്ടെന്ന് 1 വീക്ക് കൊണ്ട് തന്നെ ഒരു 7-8 കിലോ പെട്ടെന്ന് സഡൻ ആയിട്ട് കുറഞ്ഞു പോയി. ഡേ ബൈ ഡേ എനിക്ക് ഇങ്ങനെ വെയിറ്റ് കുറയുന്നു, ഷിവറിങ്. അപ്പൊ ഞാൻ തിരിച്ച് ഹൗസിൽ വന്ന സമയത്ത് ഇപ്പം നമ്മുടെ ഈ ടാസ്ക്, നമ്മുടെ ടിക്കറ്റ് ഫിനാലെ ടാസ്കിനാണെങ്കിൽ എനിക്ക് ഷിവറിംഗ് ഒക്കെ ഒത്തിരി കൂടി, മസിൽ പെയിൻസ് ഒക്കെ ആ സമയത്ത് ഈ ഹോൾഡിംഗ് ടാസ്കിനകത്തൊക്കെ മസിൽ പെയിൻസ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പൊ എന്റെ ഹെൽത്ത് കണ്ടീഷൻ എനിക്ക് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ച എല്ലാം എന്റെ കയ്യിൽ നിൽക്കും എന്നുള്ളതാണ്. പിന്നീട് അതുകൊണ്ട് എനിക്ക് ഗെയിം എന്റെ ഇഷ്ടത്തിനനുസരിച്ച് കളിക്കാൻ പറ്റിയില്ല. വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഭയങ്കര ലിമിറ്റേഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ബീബി കാണാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ട്രിപ്പ് ഓൾറെഡി ഞങ്ങൾ കുറെ ട്രിപ്പൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഉറപ്പായിട്ടും ട്രിപ്പിന് പോകണം എന്നുണ്ട്. ഉറപ്പായിട്ടും ട്രിപ്പ് പ്ലാൻ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും.
ഒരു ഹായ് 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 സ്നേഹ ഹായ് 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 പേരെനിക്ക് കിട്ടുന്നില്ല. ശ്രീജിത്ത് എന്നാണ് തോന്നുന്നു. ഹായ് ജിസ്. ഹായ് ജിസ്. ജിസ് എന്റെ നാട്ടുകാരത്തിയാണ്. ഹായ് ജിസ്. ജിസ് പാതിരപ്പള്ളിക്കാരത്തിയാണ്. ഞാൻ പൂങ്കാവരനാണ്. ഹായ് സംഗീത. ഹായ് സംഗീത. അങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്. ഹായ് ആയിഷ് അറിയുമോ? സുധീഷ്. ഹായ് സുധീഷ് ബ്രോ. ഹായ്. ഓക്കെ, ഞാൻ നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഉണ്ടാവും നോക്കട്ടെ. നമ്മുടെ ആരെങ്കിലും സായി ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവന്മാരൊന്ന് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആഡ് ചെയ്യാം. സീക്രട്ട് ഏജന്റ് സായി. ഗപ്രി. വീഡിയോ. ഹായ് ബ്രോ. ശ്രീതു അർജുൻ ആഡ് ചെയ്യുമോ? അവര് ബ്രോ എനിക്ക് അറിയില്ല. ശ്രീതു അർജുൻ ജാസ്മിൻ അവരെയൊക്കെ അവരൊരു കൊച്ചിയിലെ പ്രോഗ്രാമിലാണെന്ന് എനിക്ക് തോന്നുന്നത്. അവര് ഫ്രീ ആണോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല ബ്രോ. ഞാൻ എന്തായാലും അത് ഞാൻ പെട്ടെന്ന് ഇപ്പൊ ലൈവിൽ ഞാൻ ഇതുവരെ വരാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. ഞാനും അങ്ങനെ പ്ലാൻഡ് ആയിരുന്നില്ല ഈ സംഭവം. അപ്പൊ അതുകൊണ്ട് അവര് വരുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല. അവര് ആരെങ്കിലും ഞാൻ റിക്വസ്റ്റ് കൊടുക്കാം. അവരാരെങ്കിലും വരുമെങ്കിൽ എനിക്കറിയില്ല എങ്ങനെയാന്നുള്ളത്. ജാസ്മിൻ ഇപ്പൊ കൊച്ചിയിലുണ്ട്. ഞാൻ ജാസ്മിനെ വിളിച്ചിട്ടില്ല. കഴിഞ്ഞ കണ്ടിരുന്നു ജാസ്മിനുമായിട്ട്. ഞാൻ ശ്രീജോ എഡിറ്റ് കണ്ടായിരുന്നു. കണ്ടു. ശ്രീജോ എഡിറ്റ് ഞാൻ കണ്ടു. രസമുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. നല്ല ഫണ്ണായിരുന്നു. അത് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ശ്രീതും കൂടെ ശ്രീജോനെ പറ്റിയൊക്കെ ഞാൻ സംസാരിച്ചു. കൊള്ളായിരുന്നത്. ഇപ്പൊ ഹെൽത്ത് ഓക്കെയാടാ, കുഴപ്പമില്ല. ഫോട്ടോ എന്റെ വീട്ടില് ഞാൻ അയച്ചുതരാടാ. ഞാൻ അർജുന്റെ ഞാൻ പറഞ്ഞു നേരത്തെ. അർജുൻ ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു കാര്യം ഞാനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളത് ഒത്തിരി ഹൗസിലെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ കുറെ ഫ്രണ്ട്ഷിപ്പ് കുറെ ഇപ്പൊ നമ്മൾ കാണുമ്പോ നമുക്ക് ബിഗ് ബോസ് ഉണ്ടായിരിക്കുന്ന സമയത്ത് ഈ അടിയിടി ബഹളമൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമായിരിക്കും. പക്ഷെ നമ്മൾ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് കുറെ ഫൺ മൊമെന്റ്സ് ആണ്. കുറെ ഫൺ നമ്മള് നമ്മുടെ ഋഷിയൊക്കെ അവൻ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയണ്ടേ, പേടിക്കുന്ന ഒരാളാ. അപ്പൊ അവനെ പേടിപ്പിക്കുന്ന കുറെ മൊമെന്റ്സ് ഒക്കെ ഞങ്ങൾ അവിടെ ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങള് ഹായ് ഐശ്വര്യ. ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളെ നമ്മുടെ ടണൽ റൂമിൽ, ടണലല്ല കേട്ടോ, നമ്മുടെ പീപ്പിൾസ് റൂമിൽ, പഴയ നമ്മുടെ പവർ റൂം, അവിടെ കയറിയിടുന്ന് ഞങ്ങളിങ്ങനെ കുറെ പ്രേത കഥയൊക്കെ പറയുമായിരുന്നു. മെയിനായിട്ട് ഞാനാണ് പ്രേതകഥ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ അർജുൻ പറയുമായിരുന്നു, സായി പറയും. അപ്പൊ അതൊക്കെ ഭയങ്കര രസമായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ലാസ്റ്റ് ആയപ്പോ നോറയുടെ കിടിലൻ കഥയൊക്കെ നോറ പറഞ്ഞിട്ടുണ്ട്. നോറയുടെ ഒരു ഓജോ ബോർഡിന്റെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഹെൽത്ത് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഹെൽത്ത് നന്നായിട്ടിരിക്കുന്നു. ഇപ്പൊ വലിയ സീനില്ല. ശരണ്യ ഹായ് ശരണ്യ. ഞാൻ നമ്മുടെ ശരണ്യ എടുത്ത് അവരൊക്കെ ഞാൻ ആർക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ലൈവിൽ വരുന്ന കാര്യം. അതുകൊണ്ട് അവരാരെങ്കിലും ഉണ്ടോന്നൊന്നും എനിക്ക് അറിയില്ല. വെഡിങ് ഡേറ്റ് ഇല്ല ബ്രോ. വെഡിങ്ങിന്റെ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. നമുക്കൊരു ഇനിയും ഋഷിനെ ഞാൻ ഞാൻ കോണ്ടാക്ട് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കൊച്ചി പോകുമ്പോൾ ഞാൻ കാണാം. ഞാൻ വിളിച്ചിട്ട് കാണണം. പൂജനെയൊക്കെ കണ്ടു. പൂജനെ സിബിനെയൊക്കെ ഞാൻ കണ്ടു. അവർ ആക്ച്വലി ഞാൻ ഫിനാലേക്ക് പൂജനെ കണ്ടു. സിബിനെ ഇപ്പോഴാണ്, കഴിഞ്ഞ ദിവസം ഞാൻ വർക്കലേ പോയപ്പോഴാണ് അവൻ ആദ്യമായിട്ട് കാണുന്നത്. അമ്മു ഹായ്, പേര് പറഞ്ഞിട്ടുണ്ട് അമ്മു. ആമി ഹായ്. ഹൗസിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഹൗസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് ഞാൻ ഗബ്രിയെ കുറിച്ച് പറയാട്ടോ. ഞാൻ ഹൗസിൽ നമ്മുടെ സായി, അർജുൻ, നന്ദൂട്ടൻ, ശരണ്യ, ഇപ്പൊ നമ്മുടെ നിഷാന, എനിക്ക് എല്ലാവരും ഹൗസിലേറ്റവും ഞാൻ ഇവരൊക്കെ ആയിട്ട് ഞാൻ ഭയങ്കര കമ്പനി ആയിരുന്നു ഉണ്ടായിരുന്ന സമയത്ത്. കാരണം ഞാനും അർജുനുമായിട്ട് അങ്ങനെ എതിരഭിപ്രായങ്ങളൊന്നും ഹൗസിൽ ഉണ്ടായിട്ടില്ല. സായി ആയിട്ട് ഉണ്ടായിട്ടില്ല. നന്ദനായിട്ട് ഞങ്ങൾ ഹൗസിൽ വെച്ച് ഞാനും നന്ദനായിട്ടൊക്കെ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. വഴക്കിന്റെ കാര്യം ഞാൻ കണ്ടില്ല. അങ്ങനെ വഴക്കിട്ടതൊന്നും പുറത്ത് ഞങ്ങൾ എന്നെ കണ്ടില്ല. പിന്നെ സായി ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. നിഷാനായിട്ട് ഞങ്ങൾ അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഹൗസിനകത്ത് വെച്ച് ഉണ്ടായിട്ടില്ല. ബാക്കി എല്ലാവരുമായിട്ടും
ഉണ്ട്. പക്ഷെ അപ്സരയായിട്ടൊക്കെ ഞാൻ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഭയങ്കര കമ്പനിയൊക്കെ അപ്സരയായിട്ടൊക്കെ നല്ല അടിപൊളി ഇപ്പോഴും അപ്സര കഴിഞ്ഞ സംബന്ധിച്ച് ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നതൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് നല്ലതായിരുന്നു. ദിയ ഹായ്, ദിയ ഹായ് ഹായ് ഹായ്. അപ്പം ഗബ്രിയെ പറ്റി പറയാൻ എനിക്ക് നേരത്തെ കമന്റ് വന്നു. ഗബ്രി ഒരു ഞങ്ങൾ ഫസ്റ്റ് ഞാനും ഗബ്രി ആയിട്ടൊക്കെ ഞങ്ങള് ഹൗസിൽ വെച്ചിട്ട് ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ഒരു ചെറിയൊരു വഴക്കുണ്ടായി. അപ്പോ ഈ വഴക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഗബ്രി എനിക്ക് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എടാ സിജോ, കിച്ചൺ ഏരിയ വെച്ചിട്ട് പറഞ്ഞത് 100 ഡേയ്സ് കഴിഞ്ഞ് നീ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും ഇതെല്ലാം ഗെയിം ആയിട്ട് മാത്രം നീ എടുക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ഭയങ്കര കമ്പനി ആയിരിക്കും എന്ന് എനിക്ക് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് തന്നെ. ഞങ്ങൾ ഹൗസിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ ഗബ്രി എവിക്റ്റ് ആയ സമയത്ത് പോലും ലാലേട്ടൻ അവിടെ വെച്ചിട്ട് അവൻ എനിക്ക് സിജോ നീ പറഞ്ഞ പോലെ സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ അവൻ ഇങ്ങനെ കൈവീശി എനിക്ക് അപ്പോഴും എന്റെ പേരെടുത്ത് അവൻ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ പക്ഷെ അവനെല്ലാം ഭയങ്കര ഗെയിമായിട്ട് എടുക്കുന്ന ആളാണ്. ഭയങ്കര ഗബ്രി എനിക്ക് എന്താ പറയണ്ടേ, ഗബ്രി നല്ല പൊട്ടൻഷ്യൽ ഉള്ള നല്ല കഴിവുള്ള ആളാണ്. അവന്റെ ആക്ടിങ്ങിലാണെങ്കിലും പാട്ട് പാടാനാണെങ്കിലും എല്ലാ കാര്യത്തിലും പക്കയാണ്. ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും പുറത്തിറങ്ങിയിട്ടാണെങ്കിലും ഞങ്ങൾ കണ്ടു. ഇടയ്ക്ക് അവൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ കൊച്ചു വരുമ്പോൾ ഇനിയും ഉറപ്പായിട്ട് ഞാൻ ഗബ്രിയുടെ വീട്ടിലോട്ട് പോകാനിരുന്ന സമയത്താണ് എനിക്ക് എന്റെ കാർ ചെറുതായിട്ടൊന്ന് ആക്സിഡന്റ് ആയത്. അതിന്റെ കാർ അപ്പൊ ഇപ്പോഴും കൊച്ചി ഷോറൂമിൽ നിൽക്കുകയാണ്. അപ്പോഴും കാർ ആക്സിഡന്റ് ആയ സമയത്തും ഗബ്രി സായും കൂടെ അന്ന് രാത്രി ഓടി വന്നിട്ടുണ്ടായിരുന്നു അവന്മാര്. ഗബ്രി അവന്റെ വീട്ടിൽ നിന്ന് സായി ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പൊ അവർ ഓടി വന്നു. നല്ലൊരു ഗബ്രി ഭയങ്കര ഒരു നല്ല ഫ്രണ്ടാണ്. നമുക്കത് ഹൗസിൽ വെച്ച് എന്തായിരുന്നു ആരൊക്കെ എങ്ങനെയൊക്കെയാണ് എന്നതിനൊക്കെ അതൊക്കെ കഴിഞ്ഞു. നമ്മളെല്ലാവരും വിട്ടു. 100 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളത് കംപ്ലീറ്റ്ലി വിട്ടു. ഇപ്പൊ എല്ലാരും ഭയങ്കര ഒരു എന്താ പറയണ്ടേ, ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയമാണ്. അപ്പം ആ മൂഡിലാണ് ഇപ്പൊ എല്ലാരും. ഓ താങ്ക് യുടാ, താങ്ക് യു. ചേട്ടനെ കാണാൻ ടോവിനെ ലുക്ക് ഇപ്പൊ എന്നെ കാണുമ്പോ എനിക്ക് തന്നെ സങ്കടം വരും. ജാസ്മിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു, ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ജാസ്മിന് നല്ലൊരു ജാസ്മിനെ ഞാൻ കണ്ടു. നമ്മുടെ അപ്സരയുടെ പരിപാടിക്ക് വെച്ചിട്ട് ജാസ്മിനെ കണ്ടു. ഞങ്ങൾ സംസാരിച്ചു. പിന്നെ ഇന്ന് അവര് കൊച്ചിയിലുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. വൈകുന്നേരപ്പോഴാണ് ഞാൻ കൊച്ചിയിലുണ്ടായിരുന്നു അറിയുന്നത്. ജാസ്മിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജാസ്മിൻ പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും വെക്കാത്ത ഒരു നല്ല ഒരു ആളാണ് ജാസ്മിൻ. ഗെയിമിന്റെ ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പലർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. പക്ഷെ പേഴ്സണൽ ഗ്രഡ്ജ് ഒന്നും അവർക്ക് തീരെ ഇല്ല. എല്ലാവർക്കും വിട്ടുകളയും. ഗെയിം കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, അത് കഴിഞ്ഞു. മെമ്പേഴ്സിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? ഉണ്ട്. ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. അതിൽ ആക്റ്റീവ് ആണ് എല്ലാവരും. ഓൾമോസ്റ്റ് എല്ലാവരും അതിനകത്ത് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ഉണ്ട് അതിനകത്ത്. റീ എൻട്രി പൊളിയാ. താങ്ക് യു ബ്രോ. നോറയെ പറ്റി പറയാമോ? നോറ അവിടെ ഹൗസിനകത്ത് വെച്ച് ഞാൻ നോറയൊക്കെ ആദ്യത്തെ ഒരു 10-60-65 ദിവസം ഞങ്ങൾ അത്ര ഞങ്ങൾ ഒരുപാട് കമ്പനി ആകാനൊന്നും ഞങ്ങൾ കമ്പനി ആയിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ തമ്മിൽ സംസാരിക്കും, മിണ്ടും, വഴക്കിടും, കളിയാക്കും, എല്ലാം ചെയ്യും. ഫിനാലേക്കൊക്കെ പോയ സമയത്ത് ഗെയിം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കമ്പനിയായിരുന്നു. നമ്മള് എന്താ നോറയായിട്ട് ഭയങ്കര അടിച്ചുപൊളി കമ്പനിയൊക്കെ ആയിരുന്നു. ഇനി കോഴിക്കോട് പോകുമ്പോഴത്തേക്ക് നോറയെ കാണണം. നല്ല നോറയോട് നിൽക്കുന്ന സമയത്ത് ഭയങ്കര വൈബാണ്. നോറ ഭയങ്കര ഇങ്ങനെ ഒച്ച മുകളൊക്കെ ഉണ്ടാക്കി നമ്മുടെ സെയിം വൈബിൽ നിൽക്കും. ഞാനാണെങ്കിലും പുറത്തു പോയി കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര അടിച്ചുപൊളിയായിട്ട് ആ ഒരു ഇങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പം നോറ ആ ഒരു സെറ്റാണ്. പൊളി വൈബാണ്. ഹായ് ഹരി. ഹായ്. റോക്കി വിളിക്കാറുണ്ടോ? ഇല്ല, വിളിക്കാറൊന്നും ഇല്ല. അതിനെപ്പറ്റി ഞാൻ പിന്നീട് സംസാരിക്കാം. നമ്മൾ അതിനെപ്പറ്റി ഒരു ചെറിയ അതൊരു ആധികാരികമായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ചെറിയ ഭാഗം സംസാരിച്ചിട്ട് കാര്യമില്ല. അതിനെപ്പറ്റി പിന്നീട് ഞാൻ ഡീറ്റെയിലായിട്ട് സംസാരിക്കാം. ബിഗ് ബോസ് 6 ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. ഞാനും അതിനകത്തുണ്ടായിരുന്ന ആളല്ലേ. അപ്പൊ നിങ്ങളാണ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടേണ്ടത്. അതിനകത്ത് നമ്മൾ 25 പേര് ഇട്ടായിരുന്നു. അപ്പൊ അതില് നിങ്ങളാണ് നമ്മളെയൊക്കെ ഇഷ്ടപ്പെടേണ്ടത്. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. നമ്മളിപ്പോ ഗെയിം കഴിഞ്ഞില്ലേ, നമ്മൾ 100 ഡേയ്സ് പൂർത്തിയാക്കി നമ്മൾ ഗെയിം കഴിഞ്ഞു. അപ്പൊ എല്ലാവരെയും നമ്മൾ ഇപ്പൊ ഞാൻ മാക്സിമം ആൾക്കാരെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ വിളിക്കുമ്പോൾ ഓരോ പ്രോഗ്രാമിനെ എന്നെ വിളിക്കുമ്പോഴാണെങ്കിലും ഞാൻ അതിന് പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. ഞാൻ പോകാറുണ്ട്. അപ്പൊ നമ്മൾ എല്ലാവരോടും നമുക്ക് സ്നേഹം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും. രതീഷിനെ പറ്റി പറ. രതീഷേട്ടൻ നമ്മുടെ ആളല്ലേ. രതീഷേട്ടൻ ഞാൻ കഴിഞ്ഞ ദിവസം രതീഷേട്ടനെ കണ്ടു. ഞങ്ങള് വർക്കല പോയപ്പോ രതീഷേട്ടനെ കണ്ടു. ആദ്യം ഞാൻ രതീഷേട്ടനായിട്ടൊക്കെ നല്ല കട്ട ഉടക്കായിരുന്നെങ്കിലും പിന്നീട് പുള്ളി രണ്ടാമത് വന്നപ്പോഴാണെങ്കിലും രതീഷേട്ടനായിട്ട് നല്ല കമ്പനി ആയിരുന്നു. തെറ്റാണ്. രതീഷേട്ടനൊക്കെ നല്ല വൈബ് ആളാണ്. ഞാൻ തൃശ്ശൂർ പോകുമ്പോ രതീഷേട്ടന്റെ വീട്ടിലോട്ട് ഇനി പോകണം. രതീഷേട്ടൻ ഓൾറെഡി വിളിച്ചിട്ടുണ്ട് പോകാനായിട്ട്. കല്യാണത്തിന് ഡേറ്റ് എടുത്തിട്ടില്ല ബ്രോ. കല്യാണത്തിന്റെ ഡേറ്റ് കാര്യങ്ങള് അതൊന്നും നമ്മളിപ്പോ തീരുമാനിച്ചിട്ടില്ല. സ്വീറ്റി ക്ലോസ് ഫ്രണ്ട് ആരാണ്?
ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോ ഒരാളെന്നല്ല, ക്ലോസ് ഫ്രണ്ട് ഇപ്പൊ അർജുൻ ഉണ്ട്, സായു ഉണ്ട്, നന്ദന ഉണ്ട്, നിഷാന ഉണ്ട്, ശരണ്യ ഉണ്ട്, എല്ലാരും, അപ്സര, എല്ലാരും, ഗബ്രി, ഇപ്പോ എല്ലാരുമായിട്ട് നമ്മളിപ്പോ നല്ല സൗഹൃദത്തിലാണ്. മാക്സ് ഇപ്പൊ പൂജ, സിവിനെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. എല്ലാവരുമായിട്ട് ഇപ്പൊ നമ്മൾ നല്ല കമ്പനി ആയിട്ട് നല്ല അടുപ്പത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരുമായിട്ട് നന്നായിട്ട് ഇരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ഗെയിം കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം അവിടെ കഴിഞ്ഞല്ലോ. പിന്നെ അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, മറ്റേത് സംഭവിച്ചു. ഇതൊക്കെ ജിൻഡോ ബ്രോയെ കുറിച്ചുള്ള, ജിൻഡോ ബ്രോ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പുള്ളി ഒരു വിന്നറായിട്ട് മാറിയത്. നമുക്ക് ജിൻഡോ ബ്രോ, ഞാനും ജിൻഡോ ബ്രോ ആയിട്ട് അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പല കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഭയങ്കര ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതും പുറത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ജിൻഡോ ബ്രോയുടെ അമ്മ അച്ഛനൊക്കെ വന്ന സമയത്ത് എന്റെ അടുത്ത് ജിൻഡോ ബ്രോയുടെ അമ്മച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനെ വിവാഹം കഴിപ്പിക്കണം, അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് പറയണം കേട്ടോ എന്നൊക്കെ. എനിക്ക് അമ്മ ഭയങ്കര സ്നേഹത്തിലൊക്കെ ജിൻഡോ ബ്രോയുടെ അമ്മ വന്നപ്പോ എനിക്ക് പറഞ്ഞിട്ട് പോയി. ഞാനും ജിൻഡോ ബ്രോ ആയിട്ട് ഒരുപാട് സമയം ഞങ്ങൾ ജിൻഡോ ബ്രോയുടെ വിവാഹത്തിന്റെ കാര്യമൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ജിൻഡോ ബ്രോ ചില സമയത്ത് ഇങ്ങനെ ഭയങ്കര കുഞ്ഞുങ്ങളെ പോലെയൊക്കെ ആയിരിക്കും. ഒരു എന്താ പറയണ്ടേ, പുള്ളി ബിഹേവ് ചെയ്യുന്ന അങ്ങനെയാണ്, എടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുഞ്ഞ് മനസ്സായിട്ട് വരും. ചില സമയത്ത് ഗെയിം കളിക്കുമ്പോഴത്തേക്കും പുള്ളി വേറൊരു മൂഡിലോട്ട് പോകും, അങ്ങനെയൊക്കെയാ. പക്ഷെ എന്താ പറയണ്ടേ, എനിക്ക് ജിൻഡോ ബ്രോയുടെ അമ്മച്ചി ഇങ്ങനെ അന്ന് സംസാരിച്ചപ്പോഴത്തേക്കും പുള്ളിയുടെ വിവാഹമൊക്കെ വളരെ പെട്ടെന്ന് നടക്കണം എന്നൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്കും ആഗ്രഹമുണ്ട്. അതിനുവേണ്ടിയിട്ട് നമ്മൾ മീറ്റിംഗ് ആണ്. യാ, അർജുൻ സായി ആയിട്ടൊക്കെ ഭയങ്കര പോസിറ്റീവ് വൈബാണ്. യാ, അതങ്ങനെയാണ്. ആ വൈബ് എപ്പോഴും വിന്നറാ. കുഴപ്പമില്ല, നമ്മളത് കഴിഞ്ഞില്ലടാ മോനെ. ഗെയിം കഴിയുമ്പോ പിന്നെ നമുക്ക് പിന്നീട് നമുക്കൊന്നും അതിനെപ്പറ്റി ആലോചിച്ചിട്ടും കാര്യമില്ലല്ലോ. ആലപ്പുഴ എഡിറ്റിംഗ് ജോസഫ്, ബ്രോ ആലപ്പുഴയാണ്. സിബിൻ ബ്രോ, കാട്ടു തീ. ഞാൻ കാട്ടിലാണ് തീ ഉള്ളത്. ഞാൻ പിന്നെ വീട്ടിലിരിക്കുകയാണ്. ഞാൻ ഇവിടെ നിന്ന് കത്തിക്കഴിഞ്ഞാൽ എന്റെ വീട് കത്തും. അബൌട്ട് റോക്കിയെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആ വിഷയത്തെ പറ്റി ഞാൻ സംസാരിക്കും, തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കണം. അത് ലൈവിൽ വന്നിട്ട് ഞാൻ ഒരു അറ്റവും മൂലയും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഉറപ്പായിട്ടും അത് ഒരുപാട് സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഉറപ്പായിട്ട് സംസാരിക്കുക. എടാ സിബിൻ ഉണ്ട്, സിബിന് നമുക്ക് നോക്കട്ടെ, സിബിൻ വരും നോക്കട്ടെ. അങ്ങനെ ചേച്ചി വിളിക്കാറുണ്ടോ? അപ്പം ഞാൻ കുറെ കമന്റ്സ് കണ്ടില്ലോ. ഹബീബി കണ്ട് കൊച്ചി, ഉറപ്പായിട്ടും ഞാൻ കൊച്ചിയിൽ വരുന്നു. കൊച്ചി വരുമ്പോഴത്തേക്ക് ഞാൻ ഏതെങ്കിലും എന്നാ ഹായ് ജിനു ജോസഫ്. കാട്ടുതീ കമന്റ് വായിക്കുന്നുണ്ട്, ഞാൻ വായിച്ച്. ഹായ് ജിനു, ഹായ്. നിങ്ങൾ ചോദിക്കുമ്പോ ഞാൻ പറയാം. ആക്ച്വലി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടക്ക് സിബിൻ വന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നീട് എനിക്ക് വായിക്കാൻ പറ്റിയില്ല. സിജോ ചേട്ട ഒരു ഹായ് ആതിര ഹായ്. പുതിയ പ്രോജക്റ്റ് മൂവിയുടെ എനിക്ക് 1-2 മൂവിയുടെ കാര്യം ഇങ്ങനെ സംസാരിച്ചു. ഞാൻ മൂവിയായിട്ട് ബന്ധപ്പെട്ടൊന്നും എനിക്ക് ഇതുവരെ ഒരു എക്സ്പീരിയൻസും ഇല്ല. അഭിനയത്തിന്റെ കാര്യത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. അപ്പൊ നമുക്കത് പറ്റുന്നതാണെങ്കിൽ നമുക്ക് അതിന്റെ മുന്നോട്ട് പോകുമ്പോൾ ആലോചിച്ചിട്ട് അതൊക്കെ ഉറപ്പായിട്ടും ചെയ്യാം. എനിക്കിങ്ങനെ ആങ്കറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആക്ച്വലി എനിക്ക് മുന്നേ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അഭിനയത്തിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമുണ്ട്. മൂവിയിൽ ട്രൈ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ദൈവം അനുഗ്രഹിച്ചതെല്ലാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം. നമുക്കത് പൂജ ഹായ് നമുക്ക് പൂജ വന്നിട്ടുണ്ട്. പൂജ വിളിക്കാം. പൂജ വരുമെങ്കിൽ നമുക്ക് പൂജയെ സെറ്റാക്കാം. ഹായ് ആരോ പറയാൻ പറഞ്ഞു. നിയ ഹായ്. അർജുൻ സായി ബോണ്ട് കൂടി. താങ്ക് യു ബ്രോ. ആരടി? മിസ്റ്റർ അലൻ. അലൻ ബ്രോ, ഞാൻ കണ്ടില്ല ബ്രോ. ജാറയൊന്നുമില്ല. നമ്മൾ അങ്ങനെയൊന്നും പറയല്ലേ. നമ്മള് ഒരു ജാസ്മിനെ ആടാക്കുക ബ്രോ. ജാസ്മിനും ജിൻഡോ ബ്രോ ഇപ്പഴാണ് ഞാൻ അറിയുന്നത്. ജാസ്മിൻ, ജിൻഡോ ബ്രോ, നമ്മുടെ അർജുൻ, അനിൽകുട്ടൻ. എടാ തെണ്ടി, നിനക്ക് ഹായ് വേണാളാ. അനില് നമ്മുടെ കൂട്ടുകാരാണ്. അനിൽകുട്ടൻ, സൈലൻ, ടോബി. പ്രാന്ത. നമ്മുടെ എന്റെ കോളേജിൽ കൂട്ടുകാരായിട്ട് അനിലും സൈലനും ഒക്കെ. ഞാൻ ഇപ്പഴാ ബ്രോ അല്ല, ഞാൻ എല്ലായിടത്തും ഇപ്പഴാ അറിയുന്നത്. അതായത് നമ്മുടെ അർജുനും അവരൊക്കെ കൊച്ചിയിലാണെന്ന് ഞാൻ അറിഞ്ഞു. അവരിപ്പോ സ്റ്റാർ സിംഗറിന്റെ ഒരു ഷൂട്ടിലാണ് എന്ന് ഞാൻ അറിഞ്ഞു. നമുക്ക് കാരണം കുറച്ച് ആൾക്കാരായിട്ട് സ്റ്റാർ സിംഗറിന്റെ ഗസ്റ്റ് ആയിട്ടൊക്കെ പോകാറുണ്ട്. അപ്പൊ ജാസ്മിനും ജിൻഡോ ബ്രോയും ശ്രീതു അർജുനൊക്കെ എനിക്ക് തോന്നുന്നു അവര് അതിന്റെ ഷൂട്ടിലായിരിക്കും. ഞാൻ അപ്പൊ അവർ ഇൻവൈറ്റ് ചെയ്തു. അർജുൻ ഇപ്പൊ ആക്ച്വലി അവര് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു അവരപ്പം തിരക്കായിരിക്കും. അതിന്റെ തിരക്കായതുകൊണ്ടായിരിക്കാം മേ ബി. പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഐ മീൻ ഫാൻ ഫ്രം ലക്ഷദ്വീപ്. ഹായ് അദീന. ലക്ഷദ്വീപിലേക്ക് ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് ഇന്ന് അത് ആരൊക്കെ ഉണ്ടാവും എനിക്ക് കൺഫേം ആയിട്ടില്ല. അപ്പോ ലക്ഷദ്വീപിലേക്ക് എന്തായാലും വരും. ദുബായ് പ്രോഗ്രാം ബ്രോ, എനിക്ക് ദുബായില് പ്രോഗ്രാം എന്താണെന്ന് എനിക്കറിയില്ല.
എന്തോ ഏഷ്യാനെറ്റിന് എന്തോ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞു. അത് ആരൊക്കെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഞാനുണ്ടാവും എനിക്കറിയില്ല, ഞാനില്ല, എനിക്ക് ഇതിലായിട്ട് പറഞ്ഞിട്ടൊന്നും ഇല്ല. അപ്പോ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഓരോ ആൾക്കാരും ഓരോ ഹായ് ദേവിക ഹായ്, ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഓരോ ആൾക്കാര് ഓരോ പ്രോഗ്രാമിന്, ഇപ്പൊ സ്റ്റാർ സിംഗർ ആണെങ്കിലും മറ്റു പ്രോഗ്രാംസ് ആണെങ്കിലും പങ്കെടുക്കുക. അപ്പൊ ആരൊക്കെയാ പോകുന്നത് എപ്പോഴൊക്കെയാണെന്നൊന്നും എനിക്ക് കൃത്യമായിട്ടൊന്നും എനിക്ക് പറ്റി അറിയില്ല. പിന്നെ കുറെ ആൾക്കാർ റിപ്പീറ്റ്ലി ചോദിച്ച ചോദ്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ പറയാം. അതായത് ഇപ്പോ എന്റെ ആ ഒരു ഫിസിക്കൽ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് അതിനെപ്പറ്റി കഴിഞ്ഞ ദിവസം ആ വ്യക്തി കൊടുത്ത ഇന്റർവ്യൂ അത് ഞാൻ കണ്ടിരുന്നു. ഞാൻ കംപ്ലീറ്റ്ലി ഫുള്ള് എനിക്ക് കാണാൻ പറ്റിയില്ല, പക്ഷെ പിന്നീട് ഞാൻ കുറച്ചൊക്കെ കാണാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ ഒരു ഡീറ്റെയിലിംഗ് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഞാൻ കമന്റ് കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാം. അതിപ്പോ ലൈവ് സെക്ഷനിൽ വന്നിട്ട് ഞാൻ സംസാരിച്ചു പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, ആ വിഷയത്തെ പറ്റി ഞാൻ സംസാരിക്കാം. അത് ഉറപ്പായിട്ടും ഞാനത് പറയും, അതിനെപ്പറ്റി എന്തായാലും സംസാരിക്കും. അത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് എന്തായാലും അതിനെപ്പറ്റി സംസാരിക്കാം. മിസ് ബ്ലാക്ക് ഹായ്, ഹായ് ചിന്മയ ഹായ്. എന്നാണ് വിവാഹം? വിവാഹത്തിന്റെ ഡേറ്റും കാര്യങ്ങളും നമ്മൾ അങ്ങനെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതൊരു നേരത്തെ ഞാൻ പറഞ്ഞു, എന്റെ ഈ ഒരു ഓപ്പറേഷൻ ഉണ്ട് എനിക്ക് ഒരെണ്ണം കൂടെ. ആ ഓപ്പറേഷനും കാര്യങ്ങളെല്ലാം അതുകൂടെ കഴിഞ്ഞിട്ട് വിവാഹത്തിന് ഡേറ്റ് എടുക്കാനായിട്ടാണ്. അപ്പൊ നമുക്ക് അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അത് കൺഫേം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിലവിൽ ഇപ്പൊ നമുക്ക് ഡേറ്റ് ആയിട്ടില്ല ബ്രോ. ഞാൻ ഇനി ഒരു ദിവസം ലൈവിൽ വരുന്ന സമയത്ത്, ഞാനിപ്പോ പെട്ടെന്നാണ് ലൈവിൽ വന്നത്. ഞാൻ പെട്ടെന്ന് നമ്മള് പ്രിപ്പറേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ പെട്ടെന്ന് സ്പീഡായിട്ട് സംഭവം ചെയ്യുമായിരുന്നു. ഓപ്പറേഷൻ ഓഗസ്റ്റ് 5 ബ്രോ, ഓഗസ്റ്റ് 5 തീയതിയാണ്. നമുക്ക് ഇനി ലൈവിൽ വരുന്ന സമയത്ത് കുറെ വിഷയങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാം. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ലൈവിൽ വന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് എല്ലാരെയും ആഡാക്കുക അതല്ലേ. അവർ ഷൂട്ടിലാണ് ആക്ച്വലി. ഒട്ടുമിക്ക ആൾക്കാർക്കും ഇന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടും നമ്മുടെ അർജുനും ജാസ്മിൻ ജിൻഡോ ബ്രോ അവരൊക്കെ ഷൂട്ടിലാണ്. നന്ദു ഒരു ഷൂട്ടിലാണ്. സായി ഒരു വീഡിയോ ഷൂട്ടിലാണെന്ന് തോന്നുന്നു. അപ്പം ആരും ഇപ്പൊ ഇല്ല. ഗബ്രി ഇപ്പൊ ഇല്ല, ചരണ്യ ഇല്ല. അപ്പൊ ഒരു കുറെ പേര് നിഷാന നേരത്തെ പ്രീക്കി ഹായ്, ശരണ്യനൊക്കെ എല്ലാരും ആരും ഇപ്പൊ നമുക്ക് അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. ഞാൻ കുറെ പേർക്ക് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, ആരെയും കണ്ടില്ല. അവര് ഇപ്പൊ ഒരു ഓൺലൈനിൽ ഇല്ലാന്ന് തോന്നുന്നു. മേ ബി അവർ തിരക്കായിരിക്കും. ഞാനോ അപ്പോ എല്ലാവർക്കും ഞാൻ ഇനിയിപ്പോ നമുക്ക് അടുത്ത ലൈവ് നമ്മൾ കുറച്ചുകൂടെ ഒക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ വരാം. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് നമ്മൾ ഇതുവരെ ഞാൻ ലൈവിൽ വന്നില്ല. ആക്ച്വലി ഞാൻ ബിബിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് ഞാൻ ലൈവിൽ വരുന്നത്. സിജോ ടോക്സ് ഉറപ്പായിട്ട് നമുക്ക് സിജോ ടോക്സ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ബിബിന്ന് ഞാനിപ്പോ ഒരു ജസ്റ്റ് ലൈവ് വന്നേ ഉള്ളൂ. സുനന്ദ ഹായ് സുനന്ദ. അപ്പൊ നമുക്ക് ഇനി നമ്മളൊരു ഹായ് റിനോസ് ഹായ്, എല്ലാവർക്കും ഹായ് കേട്ടോ. ഞാൻ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനിടയ്ക്ക് നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് വിട്ടുപോയിട്ടുള്ളതാണ്. ഞാൻ മനഃപൂർവ്വം ഒരു മെസ്സേജ് ഞാൻ വായിക്കാറില്ല. എല്ലാരെയും ഇറ്റ്സ് മീ ഗ്ലോസി ഹായ്, അഞ്ജന ഹായ്, ഹഞ്ജന ഹായ്, റിൻസി ഹായ്. അപ്പൊ എല്ലാവർക്കും ശ്രീതു അർജുനൊക്കെ അവര് ഒരു ഷൂട്ട് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് ഇപ്പോഴറിഞ്ഞേ, എന്നോടൊന്നും പറഞ്ഞില്ല ചേട്ടാ. ഇറ്റ്സ് മീ സിഫ് ഹായ് മുനേറ. ഞാൻ കണ്ടില്ല, മെസ്സേജ് കണ്ടില്ല. അതുകൊണ്ടാണ് ഇറ്റ്സ് മീ സിഫിനോട് പറയാൻ ഞാൻ മെസ്സേജ് കാണാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. അപ്പോൾ അടുത്ത ലൈവിൽ വരുമ്പോഴത്തേക്ക് നമുക്കുള്ള ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പൊ നമ്മൾ തൽക്കാലം ഞാൻ ഇവിടുന്ന്